വേറൊരാളും കൂടെ ഉണ്ട്, ബാർത്തോളമ്യൂ. അതുക്കും മേലെ ആര്? ബോൺ ക്ലേ. കൊണിച്ചിവ സുഹൃത്തുക്കളെ, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് സാംസ്കാരിക വീബ്സ് ബൈ ഷിനിഗാമി സ്റ്റുഡിയോസ്. ഇന്ന് നമ്മളൊരു വെറൈറ്റി വീഡിയോ ഫോർമാറ്റ് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഷിനിഗാമി ഓൺ ദ ഫ്ലോർ, ലിറ്ററലി. സോ ഇന്ന് നമ്മുടെ സ്വാലി ഹാസ് എ എന്താ പറയാ ഒരു അൺകൺവെൻഷണൽ വീഡിയോ ഐഡിയ. സോ ഐ തോട്ട് വൈ നോട്ട് ടേക്ക് a full video in another idea. So അങ്ങനെ like we tried a different format, unplugged unfiltered. നമ്മൾ യൂഷ്വലി അങ്ങനെ നമ്മുടെ സ്റ്റാർട്ടിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം നമ്മൾ അങ്ങനെ പൊതുവെ ടോപ്പിക്സ് ഫോളോ ചെയ്ത് പോകാറായിരുന്നു പതിവ്. സോ ഇത് എല്ലാം മിക്സ് ഓഫ് ആനിമീസ്, നമ്മൾ മറ്റേ ഒരു ആനിമയിൽ മാത്രമായിട്ട് ഒതുങ്ങുന്നില്ല. സോ ഞാൻ സാഹിൽ, ദിസ് ഇസ് നിതിൻ, മുടിയൻ and സ്വാലി. സോ തുടങ്ങാമത്തെ. What did you have? സോ അപ്പം ഹോട്ട് ന്യൂസ് എനിക്ക് തോന്നുന്നു ഡീമൺ സ്ലെയറിന്റെ റിട്ടേൺ ആണെന്ന് തോന്നുന്നു. ലൈക്ക് നമ്മുടെ ഇൻസ്റ്റയിലെല്ലാം പോപ്പപ്പ് ചെയ്യുന്ന മെയിൻ സംഭവം ഡീമൺ സ്ലെയർ ഹാഷറ ട്രെയിനിങ് ആർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 8 എപ്പിസോഡ് എന്നുള്ളതാണ്. തീരാറായി പറഞ്ഞ സ്റ്റാർട്ട് ചെയ്തു. I didn't watch it to be fair, but okay. റീൽസ് കണ്ടു, ഭയങ്കര ട്രെൻഡിങ് ഒക്കെയാണ്. ട്രെയിനിങ് ആർക്ക് എന്ന് പറയുന്നത് സ്പോയിൽ ചെയ്യാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ബട്ട് പോയി മാങ്ക വായിരി പിള്ളേർ വായിക്കണ്ട, കാരണം കുറച്ചുള്ളവർക്ക് വെരി ഗുഡ് ഡേയ്സ് ആർ കമ്മിങ് അപ്പ്. ഐ എം വെരി ഹാപ്പി ഫോർ യു ഗൈസ്. ഭയങ്കര സന്തോഷമുണ്ട്. എന്തായിരുന്നു ലൈക്ക് എനിക്ക് പക്ഷേ ഡീമൺ സ്ലെയറിന് എനിക്ക് തോന്നുന്നു ന്യൂ ഏജ് ആനിമ ആണെങ്കിലും ഡീമൺ സ്ലെയറിന് ഒരു പ്രത്യേകതയുണ്ട്. Explain. What is the പ്രത്യേകത you are talking about? See, I think Demon Slayer changed the game. Like ആനിമെ ഗെയിം ചേഞ്ച് ചെയ്തതിന് ഡീമൺ സ്ലെയറിന് വലിയൊരു പങ്കുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം ഞാൻ പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ മിയാസാക്കി ഈ ഇടയ്ക്ക് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞ് ഗോൾഡൻ ഏജ് ഓഫ് ആനിമെ ഈസ് ഓവർ എന്നുള്ളത്. ലൈക്ക് ഇപ്പം ആനിമയുടെ മുമ്പത്തെ ഉള്ള പോലെ എഫക്റ്റ് ഇല്ല, അതിന് അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് ഇതില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു അതല്ല, ലൈക്ക് ആസ് ആൻ ആർട്ട് ഫോം ഓൾസോ ആനിമെ ഇവോൾവ് ആയി. ഡീമൺ സ്ലെയറിന്റെ പ്രായമാകുമ്പോൾ ആൾക്കാർ അങ്ങനെ പലതും തോന്നും. എന്റെ ചെറുപ്പകാലത്തിൽ ഞാൻ മറ്റേ മലയും താഴ്വാരമായിരുന്നു പഠിക്കാൻ പോയി. പക്ഷെ മിയാസാക്കി ആനിമെ വെച്ച് നോക്കുമ്പം ഒരു ഇതാണല്ലോ, ഫിഗർ ആണ്. പിന്നെ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലെജൻഡറി ഫിഗർ. ലെജൻഡ് ആണെങ്കിൽ നമ്മൾ ഒരു കാര്യമില്ലാത്തൊരു ഇൻഫർമേഷൻ ആണ് പുള്ളിക്കാരൻ പറയുന്നത്. അതിനകത്തൊരു കഴമ്പില്ല പുള്ളിക്കാരൻ പറയുന്നത്. ഗോൾഡൻ ഏജ്, പക്ഷെ ഐ ഡോണ്ട് തിങ്ക് ഗോൾഡൻ ഏജ് ഹാസ് പാസ്ഡ് ഓർ സംതിങ്. ലൈക്ക് നമ്മൾ നിങ്ങളുടെ തോട്ട് ഇത് ചെയ്യുന്നതാണ്. ലൈക്ക് ഞങ്ങളത് മാത്രമല്ലാണ്ട് ലൈക്ക് വ്യൂവേഴ്സിന്റെ തോട്ട് എങ്ങനെയാണ്, what you want to say to Miyazaki about ആളുടെ പെർസ്പെക്റ്റീവിൽ ലിമിറ്റഡ് എഡിഷൻ സാധനം വൈഡ് സ്പ്രെഡ് കൊമേഴ്ഷ്യൽ ആയി എന്നുള്ളതായിരിക്കും. അതാണെന്ന് തോന്നുന്നു. ലൈക്ക് ചില കാര്യങ്ങൾ ആൾക്കാർ ഗേറ്റ് കീപ്പ് ചെയ്ത് വെച്ച് കൊണ്ട് നടക്കാനുള്ള താല്പര്യം ഉണ്ടാവല്ലോ. അത് മറ്റേ കയ്യിൽ നിന്ന് പോയതിന്റെ ഒരു ഇതായിരിക്കും. പക്ഷെ അത് ഗോൾഡൻ എറ ഓഫ് ആനിമെ എന്ന് പറയുമ്പോഴത്തേക്കും അത് ആയിരിക്കുമോ ഉദ്ദേശിച്ചത്? ഗോൾഡൻ എറ ഓഫ് ആനിമെ, അതായത് നല്ല കണ്ടന്റുകൾ ഇപ്പൊ വരുന്നില്ലെന്നാണോ പുള്ളിക്കാരൻ ഉദ്ദേശിച്ചിരിക്കുന്നത്? അതൊരു പ്രോബബിലിറ്റി. കാരണം നല്ല സ്റ്റോറീസ് ആയിരിക്കും പുള്ളിക്കാരൻ. ജാപ്പനീസ് ഒരു ആനിമെ എന്ന് പറഞ്ഞത് ഇപ്പൊ ജപ്പാനിലുള്ളവര് മാത്രം ചെയ്തോണ്ടിരുന്നതായിരുന്നല്ലോ. അല്ല, ജാപ്പനീസ് ആൾക്കാർ ഇൻവോൾവ് ചെയ്യുമ്പോഴാണ് അനിമെ ആവുന്നത്. അതെ, പക്ഷെ ഇപ്പം അത് ഇപ്പൊ ജാപ്പനീസ് മാത്രല്ല, ഇപ്പൊ യുഎസില് ആനിമെ ഏത് സ്റ്റുഡിയോ ആണെങ്കിലും ഒരു ജാപ്പനീസ് ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ എഞ്ചിനീയർ ഇൻവോൾവ് ആകുമ്പോഴാണ് ദാറ്റ് ബിക്കംസ് ആൻ അനിമെ. ആനിമേഷൻ ആൻഡ് ഇതിനൊക്കെയുള്ള മാർവലും ഡി സി ഒക്കെ ഒരു കാലത്ത് തന്നെ തുടങ്ങിയ ഒരു സാധനം ഉണ്ട്. അവർക്ക് അവരുടേതായ ആനിമേഷൻ സ്റ്റോറി ടെല്ലിങ്ങും ഉണ്ട്. പക്ഷെ ഈ പറഞ്ഞ ജാപ്പനീസ് അവരുടെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ക്വാളിറ്റി ആൻഡ് ടൈപ്പ് ഓഫ് എന്തിനു പറയുന്ന ഡെലിവറിങ് തിങ്സ്, അത് എന്തിനു പറയുന്ന അത് വളരെ ഡിഫറെൻ്റ് ആണ്. അത് മറ്റുള്ള ഗ്രൂപ്പുകൾ, മറ്റുള്ള കൊറിയ ആണെങ്കിലും ചൈന ആണെങ്കിലും മറ്റുള്ള രാജ്യങ്ങൾ ഇപ്പം അഡാപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അഡാപ്റ്റ് ചെയ്ത് വളരെ സക്സസ്ഫുൾ ആയ ഒരു സംഭവമാണ് ബ്ലൂ ഐഡ് സമുറായി.
Blue Eye Samurai. നെറ്റ്ഫ്ലിക്സ് we did a video on Blue Eye Samurai, you can check it out. അത് മാത്രമല്ല ഇപ്പൊ ലുക്കിസോ എന്ന് പറയുന്ന സാധനം എന്ന് പറയുമ്പോൾ പക്ഷെ നിർത്തിയല്ലോ, അത് 8 എപ്പിസോഡോ സംതിങ്ങിന് ശേഷം ലുക്കിസം പിന്നെ റിലീസ് ചെയ്തില്ലല്ലോ. അല്ല അതിനിപ്പോ അവര് പിന്നെ അടുത്ത വന്നില്ല, വരുന്നതായിട്ട് പറഞ്ഞില്ലെന്നേ ഉള്ളൂ, അവരത് ഡ്രോപ്പ് ചെയ്തായിട്ട് പറഞ്ഞിട്ടില്ല. അടുത്ത ഡെലീഷ്യസ് ഇൻ ഡഞ്ചൻ എന്ന് പറഞ്ഞ സാധനമുണ്ട്, ഇപ്പൊ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു ഡെലീഷ്യസ് ഡഞ്ചൻ. ഞാൻ കണ്ടില്ല, അത് കണ്ടോ? അത് കൊള്ളാം. കുഴപ്പമില്ല. എന്റെയൊക്കെ ഞാൻ പറയുന്നത് എന്റെയൊക്കെ ഒരു വൈബിനകത്തുള്ള സാധനമാണ് എനിക്ക് ഇഷ്ടപ്പെടുന്ന ആ ഒരു വൈബിനകത്ത്. സിമ്പിൾ ആയിട്ട് പറഞ്ഞ മോൺസ്റ്ററിനെക്കാളും കൊല്ലും തിന്നും അത്രേ ഉള്ളൂ. Okay. Very simple, humble, elegant പരിപാടി. I like that. എനിക്ക് ഇഷ്ടപ്പെട്ടു. കൊള്ളാം, അത് കാണാൻ പറ്റും, നടപടിയാക്കാൻ പറ്റും. നോക്കാവുന്നതാണ്. നല്ല സാധനമാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഇസക്കായ് കൈൻഡ് ഓഫ് വേൾഡ്, ഇസയെ തന്നെയാണല്ലോ. കൈൻഡ് ഓഫ് വേൾഡ് ആ ഒരു ഇതാണ്, ആ ഒരു തരത്തിലുള്ള ആനിമേഷനും കാര്യങ്ങളൊക്കെ തന്നെ സംഭവം കൊള്ളാം. അപ്പോൾ അതുപോലെ ഇപ്പം ഈ ലുക്കിസത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ മാൻവ ആരെങ്കിലും ഒക്കെ വായിച്ചിട്ടില്ല, ആർക്കെങ്കിലും വായിക്കണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ ദ ബെസ്റ്റ് മാൻവ, വൺ ഓഫ് ദ ബെസ്റ്റ് മാൻവ എവർ ലിസ്റ്റ്. ഓ പിന്നെ വിഷയ സാധനമാണത്. അത് ലുക്കിസം എന്ന് പറഞ്ഞാൽ അതിനകത്തുള്ള ഈ ക്യാരക്ടേഴ്സ് ഒന്നും മറ്റേ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ക്യാരക്ടേഴ്സ് അല്ല, എല്ലാം ഗ്രേ സ്കെയിലല്ല, എല്ലാം ഗ്രേ സ്കെയിലാ. അതിനകത്ത് MC ഉൾപ്പെടെ ഗ്രേ സ്കെയിലാ. MC വരുന്നത് പിന്നെ ബാക്ക് സ്റ്റോറീസ് ആർ ലൈക്ക് ആഫ്റ്റർ ഓഡ. ഐ തിങ്ക് ഇത്രയും നല്ലൊരു ബാക്ക് സ്റ്റോറി എഴുത്തുകാരനെ ഞാൻ വേറെ ഇടില്ല, കാരണം അത്രയും കിള്ളോടാണ് ബാക്ക് സ്റ്റോറി എഴുതുന്നത്. വാസ്കോ അല്ല, ഇനി അങ്ങോട്ട് വരുന്നുണ്ട്, ഇപ്പൊ തുടങ്ങിയല്ലോ. ഇനി അങ്ങോട്ട് വരുമ്പോഴത്തേക്ക് 2-3 ക്യാരക്ടേഴ്സ് വരും. പിന്നെ വാസ്കോടെ കൂടെ ഉള്ളവനുണ്ടല്ലോ, അവനെ ഒന്ന് നോക്കി വെച്ചോ, സെക്കൻഡ് ഇൻ കമാൻഡ് ആയിട്ട് വരുന്ന അവന്റെ വാസ്കോടെ വിഷയം ക്യാരക്ടേഴ്സാണ്. ലുക്കിസം വായിക്കാൻ ഞാനിപ്പോ ആകെ ഫോളോ ലെജൻഡ് ഓഫ് അത് അതിന്റെ ഏറ്റവും ഗുണം എന്തോന്ന് അറിയോ, അതിന്റെ ഏറ്റവും കിടിലം കാര്യം എന്തറിയോ, അതിന്റെ വരച്ചിരിക്കുന്ന രീതി. Mangas are always, like very nice to watch. Like I think manga readers are going into manhwa more. One easier to read, very easy to digest. Very easy to digest. നമ്മളിങ്ങനെ കണ്ടു ഇതെന്തോ സംഭവം എന്നൊക്കെ വരച്ചിരിക്കുന്നൊക്കെ നോക്കി കണ്ടു പോണം. ഇത് മറ്റേ ഇത് എളുപ്പമാണ്, ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് വിട്ടാൽ നമുക്ക് കാണാം കാര്യമായിട്ട്. കളേർഡ് ആർട്ട് ഫോം വരച്ചിട്ടുണ്ട്. മിക്ക MC OP ആണ്, മിക്ക പ്ലോട്ടും കിടിലാണ്. പിന്നെ മുരിം വേൾഡ് ഉണ്ട്. മുരിം വേൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും മുരി വേൾഡ് എന്ന് പറഞ്ഞാൽ അർത്ഥം അറിയത്തില്ല, സോ ഐ ക്യാൻ എക്സ്പ്ലെയിൻ ദാറ്റ്. മാർഷ്യൽ വേൾഡ്, അതിനകത്ത് പറയുന്ന കാര്യങ്ങൾ മൗണ്ട് ഹുവ സെക്ട്, ബെഗർ സെക്ട്, അല്ല മൗണ്ട് ഹുവ സെക്ട് എന്ന് പറയുന്നത് അവിടുത്തെ ഒരു സ്കൂളാണ്. മൗണ്ട് ഷാവലിൻ സെക്ട്, ബെഗർ സെക്ട്, സദേൺ എഡ്ജ് സെക്ട്, ഇങ്ങനെയുള്ള കുറെ സെക്റ്റുകളെ പറ്റിയുള്ള കാര്യങ്ങൾ പഴയ ജാപ്പനീസ് ഹിസ്റ്ററിയിലുള്ള കുറച്ച് കാര്യങ്ങളാണ് അതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ജാപ്പനീസ് ടു ചൈനീസ്, കൊറിയൻ എല്ലാം മിക്സ് ആണ്. ഇതാണ് പറയുന്നത്. ഈസ്റ്റ് ഏഷ്യൻ ആയിട്ടുള്ള ഇതാണ് അത് ഈ പറയുന്ന കാര്യം. സോ അതുമായിട്ട് വരുന്നതാണ് മുരിം വേൾഡ് എന്ന് പറയുന്നത്. പിന്നെ നമ്മളെ ഇസക്കായി വരുന്നുണ്ട്, അതിനകത്ത് തന്നെ കൂടുതലും ഡഞ്ചൻ വരുന്നുണ്ട്. ഡഞ്ചൻസും റീബർത്തും ആണ് പ്ലോട്ട് ലൈൻ എന്ന് പറയുന്നത്. ഡഞ്ചൻ റിഗ്രഷൻ ആ സംഭവമാണ്. പക്ഷെ എന്താ പറയാ, എല്ലാത്തിനും ഭയങ്കര രസമാണ്, ഭയങ്കര നിറയെ ഇതുണ്ട്, ലൈക്ക് നല്ല ക്യാരക്ടേഴ്സ് ഉണ്ട്, ഗ്രേറ്റ് MCs ഉണ്ട്, സൈഡ് ക്യാരക്ടേഴ്സ് കൊള്ളാം, കളർ വിഷ്വൽ. ഈ മുഷോക്ക ടെൻസെ ഇഷ്ടമാണെങ്കിൽ വായിക്കാൻ പറ്റിയ ഒരു കൊച്ചക്കല്ല ജിസേലിനെ കാണാനല്ലേ. സിംപ്ലി ഞാൻ സമ്മതിച്ചെടുത്തില്ല, പക്ഷെ ഓക്കെ. അല്ല ഇഷ്ടപ്പെട്ടു. മുഷോക്ക ടെൻസെ ഇഷ്ടമാണെങ്കിൽ മൈ ഡ്രാഗൺ സിസ്റ്റം എന്ന് പറഞ്ഞൊരു ചൈനീസ് മാൻഹു ഉണ്ട്, അത് വായിച്ചു നോക്കിയാൽ മതി. മുഷോക്ക ടെൻസൊക്കെ ഇഷ്ടമാണെങ്കിൽ അത്. പിന്നെ there is one another and I forgot its name. I will definitely tell it before the video ends. Okay. അതേപോലെ ഒരു പുതിയ സാധനം I got reincarnated as a seventh prince. അതിപ്പം നെറ്റ്ഫ്ലിക്സിൽ ഓടിക്കൊണ്ടിരിപ്പുണ്ട്. സെവൻത് പ്രിൻസ്, അത് ഓവർ റേറ്റഡ് മാജിക് പവർ ഉള്ളൊരു, അങ്ങനെ കുറെ സാധനമുണ്ട്, മറ്റേ ഇഷ്ടം പോലെ ഓവർ പവർ സാധനങ്ങള്. മാൻവയ്ക്കകത്ത് മറ്റേ ഇസക്കായ്ക്കകത്തും ഓവർ പവർ ഭയങ്കര ഇതാണ്. ഇത് ഞാൻ കണ്ടായിരുന്നു, ഈ പറഞ്ഞ സെവൻത് പ്രിൻസ് ആയിട്ട് ജനിക്കുന്നത്. ചുമ്മാ ഒരു റീല് പോലെ എന്തോ കണ്ടത്. അത് ബിഗിനിങ് ആഫ്റ്റർ ദി എൻഡ് എനിക്ക് അയച്ചെന്നാ മറ്റേ that's the name of the anime that I was talking about. ബിഗിനിങ് ആഫ്റ്റർ ദി അത് ബിഗിനിങ് ആഫ്റ്റർ ദി എൻഡ്. മുഷോക്ക ടെൻസെ എനിക്ക് ഇഷ്ടമാണോ, ബിഗിനിങ് ആഫ്റ്റർ ദി എൻഡ് വായിച്ച് തള്ളിയേക്കണം. അതായത് ഒരു വലിയൊരു സക്സസ്ഫുള്ളി എന്താ പറയാ അപ്പോക്കലിപ്റ്റിക് ഇതില് അവര് രാജാവിന്റെ ഇതുണ്ട്. ആ രാജാവ് ഉറങ്ങിയിട്ട് ഒരു ദിവസം എണീക്കുമ്പോ അയാൾ കൊച്ചായിട്ട് ജനിച്ചിരിക്കുന്നു, മരിച്ചു, പോയിസൺ കൊടുത്ത് ആരോ കൊന്നതാ. പോയിസൺ കൊടുത്ത് ആരോ കൊല്ലണതാ.
ലൈക്ക് ഭയങ്കര സക്സസ്ഫുൾ ഒരു രാജാവ്. ലൈക്ക് അങ്ങനെ മറ്റേ മിലിറ്ററി സോൾജറിന്ന് രാജാവായിട്ട് വളർന്നു വന്നതാ. പിന്നെ നമ്മള് സംജിൻ പോയ പോലെ നോസോറിയ, അതായത് മറ്റേ നോക്കിൽ പോളിസി ഇല്ലാത്തൊരു MC ആണ്. കൊല്ലും, നോ പ്രോബ്ലം. അത് നാനോ മെഷീനകത്തുള്ള MC ആണ് ആ കാര്യത്തിൽ ഏറ്റവും വിഷയം. മാൻപ വായിക്കാണ് നാനോ മെഷീൻ, എന്തായാലും വായിക്കണം. നാനോ മെഷീൻ, ലെജൻഡ് ഓഫ് ദി നോർത്തേൺ ബ്ലേഡ്, അങ്ങനെ കുറച്ച് സംഭവങ്ങൾ രണ്ട് ഡിഫറെന്റ് ആണ്. ലെജൻഡ് ഓഫ് ദി നോർത്തേൺ ബ്ലേഡിൽ ഓണർ, മറ്റേ വാലർ, സ്ട്രെങ്ത് സാധനമൊക്കെ ഉണ്ട്. നാനോ മെഷീൻ എന്ന് വെച്ചാൽ പറ്റുമോ ഇല്ലേ? ക്ലീൻ ഒന്നുമില്ല. നോക്കിൽ പോളിസിന് നേരെ ഓപ്പോസിറ്റ് ആണ്. നോസോറിയാണ് സംഭവം. അവന്റെ അടുത്ത് കലിപ്പ് കാണിച്ചോ, അവന്റെ കൈ ചെന്ന് പെട്ടോ, അവൻ തീർക്കും. അല്ലാതെ വേറെ സംസാരമൊന്നുമില്ല. ഇത്രയും മേഴ്സിലെസ് MC ഭയങ്കര ഒട്ടും മേഴ്സിലല്ല. അന്യായം, ഭയങ്കര ഇതാണ് സീനാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. റൂത്താണ്, റൂത്ത്ലെസ് ബ്യൂട്ടിഫുൾ. പക്ഷേ ഇത് ഗ്രേറ്റ് റീഡ്. പക്ഷെ ഞാൻ ഇപ്പൊ മിക്ക വീഡിയോയിലും പറയുന്നൊരു ക്യാരക്ടറാണ്. ഞാൻ സാലിനെ റെക്കമെൻഡ് ചെയ്തായിരുന്നു. ദ ഗ്രേറ്റസ്റ്റ് എസ്റ്റേറ്റ് ഡെവലപ്പർ എന്ന് പറഞ്ഞ അതിനകത്ത് ലോയിഡ് ഫ്രോണ്ടേറ. സിംപ്ലി ലോയിഡ് ഈസ് വാട്ടർ, വാട്ടർ ഈസ് ഗുഡ്, സോ ലോയിഡ് ഈസ് ഗുഡ്. അത്രേ ഉള്ളു. മനസ്സിലാവണം. നിങ്ങൾ അത് കുറച്ച് വായിച്ചു കഴിയുമ്പം മനസ്സിലാവും. നമ്പർ 8 വായിച്ചാ അല്ല ഒരു കാര്യം ഉണ്ടോ, നമ്മൾ ഡീമൺ സ്ലെയർ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ഡീമൺ സ്ലെയർ മീൻസ് ഇത്രേ ഉള്ളൂ. ഡീമൺ സ്ലെയർ ഈസ് വെരി ഗുഡ് ആർട്ട് ഫോർ ലൈക്ക് ആർട്ടിന് ഭയങ്കര ഇമ്പോർട്ടൻസ് സംഭവമാണ്. ഈസ് ഡീമൺ സ്ലെയർ ആസ് എ മാങ്ക മിഡ് ആണോ? അതെ, ഭയങ്കര മിഡാണ്. മിഡാണ് ലൈക്ക് ക്ലാസിക് ആകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷെ ആനിമേഷൻ ഈസ് വാട്ട് കീപ്സ് ദാറ്റ്സ് ദി ഓൺലി തിങ് ദാറ്റ്സ് ക്യാരിയിങ് ഇറ്റ് ഫോർവേഡ്. അല്ല, നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. കേരളത്തിലെ ഒരു ന്യൂസ് ചാനലിൽ വരെ ഒരു ജാപ്പനീസ് ആനിമയുടെ ന്യൂസ് വന്നിട്ടുണ്ടെങ്കിൽ അത് ഡീമൺ സ്ലെയറിനെ കുറിച്ച് മാത്രമാണ്. മുഗൻ ട്രെയിൻ അത്യാവശ്യം നല്ല കളക്ഷൻ മുഗൻ ട്രെയിൻ ആണ് ജാപ്പനീസിൽ തന്നെ ഏറ്റവും കൂടുതൽ പൈസ വാരിയ സിനിമ. കൊറോണ ടൈമിൽ അടഞ്ഞു കിടന്ന തിയേറ്ററുകളിൽ ആ സാധനം കളിച്ച് ഒരു പൈസ കിട്ടും. ഇവിടെ ഇന്ത്യയില് ആനിമെ മൂവീസ് കട്ടക്ക് വരാനുള്ള ഒരു ഞാൻ പറയാനുള്ള ഒരു ഇൻസിഡന്റ് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ PVR പോയി സിനിമ കാണാൻ വേണ്ടി ഡീമൺ സ്ലെയർ കാണാൻ പോയി. അപ്പോഴും ഒരു ഫാമിലി ആയിട്ട് വന്ന് ഒരു ടീം. അപ്പോഴത്തേക്കും അവര് വന്നിരിക്കുന്ന മറ്റേ കൊച്ചു പിള്ളേരൊക്കെ ഉണ്ട്. എല്ലാവരും ഇട്ടിരിക്കുന്ന ഡ്രസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നരൂറ്റോ ഉണ്ട്, വൺ പീസിന്റെ ഉണ്ട്, മെർച്ചൊക്കെ ഇട്ടിട്ട് അച്ഛൻ ഉൾപ്പെടെ മെർച്ചാണ് ഇട്ടേക്കുന്നത്. വന്നിട്ട് അവിടെ ചെന്ന് ഞാൻ ചെന്നപ്പോഴത്തേക്കാ ഈ താടിയും മീശയൊക്കെ ഉള്ള എൻ്റെ അടുത്ത് പറഞ്ഞ് ആധാർ കാർഡോ വല്ല ലൈസൻസ് ഒന്നും എടുക്കാം, നിനക്ക് 18 വയസ്സ് തെളിയിക്കാൻ. ഞാൻ അവസാനം വീട്ടിൽ വിളിച്ച് ഞാൻ പറഞ്ഞു ആ ലൈസൻസിന്റെ ഫോട്ടോ എന്തെങ്കിലും ഒന്നിട്ട് വരുമോ. അവസാനം അതിട്ട് കാണിച്ചു കൊടുത്തു. ബാക്ക് വന്നപ്പോഴാ അച്ഛൻ സിനിമ കാണാൻ കയറിക്കോ, മക്കള് പുറത്തേക്കട്ടെന്ന് കേട്ടില്ല. മുഗൻ ട്രെയിൻ അല്ല, നെക്സ്റ്റ് ഇത് നമ്മുടെ അല്ലല്ല ഡീമൺ സ്ലെയറിന്റെ അടുത്ത ഫിലിം ഏതാ, നമ്മളെ പണിഞ്ഞില്ലായിരുന്ന കൊണ്ടെടുത്തിട്ട് പഴയ എപ്പിസോഡ്സ് കാണിച്ചിട്ട് തിരിച്ചു പറഞ്ഞു വിട്ടത്. അതിന് തൊട്ട് മുമ്പത്തത് എന്റർടൈൻമെന്റ് ഡിസ്ട്രിക്റ്റിനകത്ത് പറഞ്ഞു വിട്ട് ഒരു സിനിമ കയറിയില്ല. ആ കുടുംബമായിട്ട് തിരിച്ച് ടിക്കറ്റ് ക്യാൻസൽ ചെയ്ത് പോയി. അത് ഫുൾ സീറ്റ് ഫിൽഡ് ആയിട്ടായിരുന്നു ആ ഒരു സിനിമ അവിടെ ഇത് ചെയ്തത്. അതും ഐമാക്സിൽ നോട്ട് ജസ്റ്റ് എനി PVR സ്ക്രീൻ. പുറത്തിറങ്ങിയിട്ട് എനിക്ക് കണ്ണൊന്നും കാണുന്നില്ല പുല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കളറും കൂടി അടിച്ചിറങ്ങിയിട്ട് പുറത്ത് നമ്മൾ ഈ നോർമൽ കളറെ കണ്ടപ്പോൾ ഇതൊക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇടയ്ക്ക് ഇങ്ങനെ ഫീൽ ചെയ്യുന്നു. ഞാൻ വിചാരിച്ച എന്റെ കോൺസെൽസ് ഒക്കെ അടിച്ചു പോയിരുന്നു കണ്ണില്. ആ അവസ്ഥയായി. അല്ല, ഏജ് അപ്രോപ്രിയേറ്റ് ഇപ്പൊ എല്ലാവർക്കും ചിലവർക്ക് ഇപ്പൊ ആനിമ എന്ന് പറയുമ്പോ മിക്കവരും മറ്റേ കൊച്ചു പിള്ളേർക്കുള്ളത് പിള്ളേരെ ഇരുത്തി കാണിക്കണുണ്ട്. പക്ഷെ ഏജ് അപ്രോപ്രിയേറ്റ് അല്ല ഒരിക്കലും കൊച്ചുകുട്ടികൾക്ക് കാണാൻ പറ്റുന്ന. ഇപ്പൊ ഏജ് അപ്രോപ്രിയേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പല ഷോണനകത്ത് പോലും ഈ ഫാൻ സർവീസ് കൂടുതലാണ്. പിന്നെ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് ഇൻഅപ്രോപ്രിയേറ്റ് ആണ്. അതുകൊണ്ട് ഞാൻ വീട്ടിൽ ബ്ലാക്ക് ക്ലോവർ ഇട്ട് കാണാറുണ്ട്. എന്തുകൊണ്ടോ പെങ്ങൾ ഇരുന്ന് കാണാറുണ്ട്. എന്തുകൊണ്ടോ ആരും എന്തായാലും വനേസയുടെ ഡ്രസ്സിനെ ഒന്നും ചോദ്യം ചെയ്തില്ല. അതന്നെ വലിയ കാര്യം. പക്ഷേ കമ്പയറിംഗ് ആൻഡ് കോൺട്രാസ്റ്റിംഗ് ബ്ലാക്ക് ക്ലോവർ കുഴപ്പമില്ലാത്ത രീതിയിൽ കൊണ്ടുപോകുന്നുണ്ട്. ബ്ലാക്ക് ക്ലോവറിന്റെ മാങ്ക ഇപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഒറ്റ കൊരുന്ന ആരും സ്പോയിൽ ആവുന്നതിന് മുമ്പ് ആ സാധനം കണ്ടു തീർക്കുക. കുറെ മാര് ഇപ്പോഴും എടുത്ത് വെച്ചിട്ട് ബ്ലാക്ക് ക്ലോവർ ഞാൻ അങ്ങനെ ആരും പറഞ്ഞു കേട്ടിട്ടില്ല. ഇറ്റ്സ് അണ്ടർ റേറ്റഡ് മാൻ.
വാച്ച് ഇറ്റ്. നല്ല രസമാണ്. ഈ കാരണം ബ്ലാക്ക് ക്ലോവർ ഇസ് എ ഗുഡ് വാച്ച്. ഞാൻ സ്റ്റാർട്ട് ചെയ്ത് 10-40 എപ്പിസോഡ് കണ്ടു. അത് മാത്രമല്ല മറ്റേതൊരു ആനിമെ ഹൂക്ക് ആവാൻ വേണ്ടി ഞാൻ പറഞ്ഞിട്ട് 10 എപ്പിസോഡ്, 12 എപ്പിസോഡ്, 37 എപ്പിസോഡ്, അങ്ങനെ പല എപ്പിസോഡ് കൗണ്ട് പോകും. ഫസ്റ്റ് എപ്പിസോഡിന്റെ എൻഡിങ്ങിൽ നിങ്ങളുടെ ബ്ലാക്ക് ക്ലോറി ഹൂക്ക്ഡാ. അത് നല്ല ക്ലിഫ് ഹാങ്ങറെ കൊണ്ട് ഫസ്റ്റ് എപ്പിസോഡ് എൻഡ് ചെയ്യണം. സോ അത് Lifetime കഴിഞ്ഞ് settlement. പൊക്കോളും. ഞാൻ 3 പ്രാവശ്യം കണ്ടു. ഞാൻ 4-5 തവണ കണ്ടു. എനിക്ക് എണ്ണമൊക്കെ മറന്നുപോയി. പിന്നെ സാറ് മറ്റേ 7 പ്രാവശ്യം നറൂട്ടോ, 5 പ്രാവശ്യം വൺ പീസ് കണ്ടുള്ളത് കണ്ടോണ്ടിരിക്കുന്നു. Everyone please show support for our Mudian G. റെക്കോർഡ് ഞങ്ങളെ ഗിന്നസ് വേൾഡ് അവരെ ഞങ്ങൾ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. ഇത്രയും സമയമില്ലാത്ത ഞാനിപ്പോ ബോറൂട്ടോന്റെ റിസർച്ച് പർപ്പസിന് വേണ്ടി മാത്രമാണ് നറൂട്ടോ ഒന്നുകൂടെ ഇരുന്ന് കാണുന്നത്. ഇങ്ങനെ ജീവിതം ഇല്ലാത്തവരൊക്കെ അവർ ഹയർ ചെയ്യുന്നുണ്ട് തന്നെ പൈസ ഇവിടെ വന്നിരുന്ന് സംസാരിക്കണ എനിക്ക് പൈസ തന്നോളാം. അത് ഗൂഗിൾ പേ ചെയ്തെടുത്തോളാം. അത് ഗൂഗിൾ ഇത് കഴിച്ചിട്ട് ഒരു ക്വാർട്ടർ മന്തി മേടിച്ചു. ആയിക്കോളാം. കൈജി നമ്പർ 8. കൈജു നമ്പർ 8. ഞാൻ മാങ്ക ഫോളോ ചെയ്യുന്ന ആളാണ്. ഞാൻ ആനിമയുടെ ഇത് കുറിച്ച് എന്താ പറയാ, മറ്റേ റീൽസിൽ ഇതൊക്കെ വരുന്നതേ കണ്ടിട്ടുള്ളൂ. അങ്ങനെ വെച്ച് നോക്കുമ്പം ആനിമെ മാത്രം ഫോളോ ചെയ്യുന്ന മുടിയൻ ജിക്ക് എന്താണ് പറയാനുള്ളത്? നൈസാണ് അല്ലേ? നൈസാണ്. ഒരു ഫ്രഷ് ഉണ്ട്, ഫ്രഷ്നെസ് ഉണ്ട് സാധനത്തിൽ. വളരെ പുതിയൊരു സാധനം, വളരെ പുതിയൊരു. സാധാരണ എനിക്ക് സൺഡേ മോർണിംഗ്സ് എന്ന് പറഞ്ഞാൽ വൺ പീസ് എന്നായിരുന്നു. ഇപ്പൊ സൺഡേ മോർണിംഗ്സ് ഇപ്പൊ നേരെ കൈജു വെയിറ്റ് ഇറങ്ങിയ MC-യുടെ പ്രായം വരെ ഒരു ഡിഫറൻസ് ഉണ്ട്. ബാക്കിയെല്ലാം മറ്റേ കൊച്ചി ചെറിയ പിള്ളേര് ഇത് മറ്റേ 30-40 വയസ്സാവാ. 32 വയസ്സ് കറക്റ്റ് പറഞ്ഞാൽ ഹാഫ്കോ ഹബീനക്ക് ഹാഫ്കോ ഹിനാബലി ഹഫ്ക മതി. ഹാഫ്ക 32 വയസ്സുണ്ട്. സോ ഹീസ് എ ഭയങ്കര മോൺസ്റ്റർ ഹണ്ടർ ആവണമെന്നുള്ള വെച്ചാൽ നമ്മുടെ പസഫിക് റിം പോലെ മറ്റേ ഫുള്ള് കൈജൂസ് സാധനങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇയാൾക്ക് മറ്റേ വലിയൊരു സോൾജറായിട്ട് മറ്റേ കൊല്ലണം ഇത് ചെയ്യണം. പക്ഷെ എന്ത് ചെയ്യാൻ, എല്ലാ ടെസ്റ്റും ഫെയിൽ ആവുന്നു. അതുകൊണ്ട് ഇപ്പം മറ്റേ ക്ലീനപ്പ് ക്രൂവിലാണ്. മറ്റേ പവർ ഉള്ളവന്മാർ കൊന്നിടും, ഇവൻ വന്ന് ക്ലീൻ ചെയ്തുകൊണ്ട് പോകും. അതാണ് പ്ലോട്ട്. സോ പക്ഷേ പെട്ടെന്ന് ഒരു പവർ അത് പല ആനിമകളിലും നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. ഈ പറഞ്ഞ മോൺസ്റ്റേഴ്സിനെ കൊല്ലു കാണിക്കുന്നത് ഇവരൊക്കെ ആര് വന്ന് ക്ലീൻ ചെയ്യും? ഞാൻ ഇത് മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഇവിടെ. അന്ന് ഇവരെന്നെ പുച്ഛിച്ചു. അവഞ്ചേഴ്സിൽ സ്റ്റാർക്ക് ഹാഡ് എ ക്ലീനപ്പ് ക്രൂ. അതാണ് അവസാനം ടോണി സ്റ്റാർക്കിന്റെ സ്പൈഡർമാനിൽ നമ്മളത് കണ്ടത്. അല്ല ആക്ച്വലി എല്ലാ അനിമേസിലും മറ്റേ വളരെ അണ്ടർ റേറ്റഡ് ആയിട്ട് കൊന്നു തള്ളിയിട്ടുള്ള ഇവരൊക്കെ ആര് ക്ലീൻ ചെയ്യുന്നു? അവിടെ ലഭിച്ചു പോകുന്നു. അത് ഡഞ്ചൻസ് അല്ലേ? ഡഞ്ചൻ ക്ലോസ് ആവുമ്പം അതെല്ലാം ഡഞ്ചന് പുറത്തിട്ടും കുറെ എണ്ണത്തിന് തീർച്ചിട്ടുണ്ടല്ലോ. അതൊക്കെ മറ്റേ വായിച്ചു തീർത്തില്ലേ? വായിച്ചൊക്കെ തീർത്ത്. ഒന്നും പറയണ്ട, സ്പോയിലർ തരാതെ. നിങ്ങൾ വായിച്ചു തീർത്തുള്ള? ഞാൻ വായിക്കാറേ ഇല്ല അതൊന്നും. ഞാൻ ഇപ്പം വായിക്കണത് വൺ പീസ്. അല്ല സോളോ ഇങ്ങനെ പോകും. ഇപ്പം തന്നെ അവൻ ഒരുത്തനെ കൊല്ലുന്നതായിട്ട് കാണിച്ചു കഴിഞ്ഞു. അവന്റെ എന്തുവന്ന് അവന്റെ ഇന്റൻഷൻ ഓൾറെഡി നമുക്ക് മനസ്സിലായി കഴിഞ്ഞു, ആനിമെ കണ്ടവർക്ക് തന്നെ. സോ അത് മറ്റേ ബാഡ് ഇന്റൻഷൻ അത് ഡിറ്റക്ട് ചെയ്ത് കൊല്ലുന്നു അതല്ലേ? അതല്ലാതെ ഇനി മറ്റേ ഒരു സ്പ്രീയിലോട്ട് പോകുമല്ലോ ആകുമ്പോ. സ്പ്രീ കൊറേ ഉണ്ട്. നമ്മളൊരു മാങ്ക സ്പോയിലർ എപ്പിസോഡ് ചെയ്തേ ഉള്ളൂ. അതിന്റെ ഹാങ് ഓവറിലാണ് അത് വൺ പീസിന്റെ ലൈക് പ്ലീസ് ഡു ചെക്ക് ഇറ്റ് ഔട്ട്. ലൈക് നിങ്ങള് ഇത് കാണുന്നതിന്റെ അടുത്ത മുമ്പ് ഇത് കാണുന്നത് എന്തായാലും അത് കണ്ടിട്ടുണ്ടായിരിക്കും. കണ്ടിട്ടില്ലെങ്കിൽ പ്ലീസ് ഡു ചെക്ക് ഔട്ട്. അതിന്റെ മറ്റേ ടാഗ് നമ്മളിവിടെ എന്താണ് അഡ്വാൻറ്റേജ് ഓഫ് വാട്ട് മേക്സ് കൈജു നമ്പർ 8 ഡിഫറെന്റ് ഫ്രം അതർ ആനിമെ? വാട്ട് ഡു യു തിങ്ക്? എനിക്ക് അങ്ങനെ ഒരു പെർസ്പെക്റ്റീവിൽ ഞാൻ ആലോചിച്ചിട്ടില്ല. പക്ഷെ ഒരു ഡിഫറെന്റ് പെർസ്പെക്റ്റീവ് ആലോചിച്ചിട്ട് പറ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കൈജു ട്രാൻസ്ഫോർമേഷൻ ആനിമെ കാണുന്നത്. പിന്നെ അതുമല്ല വേറെ സംഭവം ഉണ്ട്. യൂഷ്വലി കൈജു ട്രാൻസ്ഫോർമേഷൻസ് ഒക്കെ വരുമ്പോഴത്തേക്കും മറ്റേ ഗോഡ്സില്ല ലെവലിൽ പോകും. ഇത് മറ്റേ സാധാ നമ്മൾ ഹ്യൂമൻ സൈസിലേ ഉള്ളൂ. കുറച്ചുകൂടി ഹൈറ്റ് ഉള്ള 6 ഫുട്ട് സംതിങ് ഒക്കെ വരത്തുള്ളൂ. ഹ്യൂമനോയിഡ് സൈസ് ട്രാൻസ്ഫോർമേഷൻ. അത് മതി മസിൽ ആലോചിക്കും. എനിക്ക് ഇത്ര കാലം സ്വാലി പറയുന്നതാണ്. സ്വാലി പറയൂ. എന്നെ സംബന്ധിച്ചിടത്തെന്ന് പറഞ്ഞാൽ എല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ലൈക്ക് മാങ്ക ഞാൻ ഇവിടം വരെ എത്തുകൊണ്ട് പറയാം. എല്ലാ ഇതും കൊണ്ട് എല്ലാ നല്ലൊരു സ്ട്രോങ് സൈഡ് ക്യാരക്ടേഴ്സ് ഉണ്ട്. ഫീമെയിൽ ക്യാരക്ടർ നല്ല തിരിച്ചു നല്ല ഫീമെയിൽ ക്യാരക്ടർ ഉണ്ട്. പിന്നെ നമുക്ക്
എനിക്ക് അണ്ടർഡോഗ് സ്റ്റോറി ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. സോ അപ്പം അതിനിത് ഭയങ്കരമായിട്ട് ഇത് ചെയ്യുന്നുണ്ട്. ഒരു അണ്ടർഡോഗ് സ്റ്റോറിയാണ് ഈ ഹഫ്കേടത് ഇവിടെ നിന്ന് പോകുന്നത്. ലൈക്ക് അയാൾ കൊച്ചിയിലെ ആ ഒരു തോട്ടുണ്ട്, ലൈക്ക് മറ്റേ ജസ്റ്റിസ് ആ സംഭവം, എല്ലാവരെയും ഹെൽപ്പ് ചെയ്യണം എന്നുള്ള തോട്ട് വലിയ മറ്റവനാകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതെ, വലിയ ഇതാവുക സ്വപ്നങ്ങൾ ഇപ്പോഴും കീപ്പ് അപ്പ് ചെയ്യുന്നത്. 32ാമത്തെ വയസ്സായിട്ട് 32ാമത്തെ വയസ്സിൽ അങ്ങനെ ടെസ്റ്റ് എഴുതുന്നുണ്ടായിരുന്നു. മറ്റേ അങ്ങനെ എല്ലാ വർഷവും അവൻ ടെസ്റ്റ് റിപ്പീറ്റ് ചെയ്തിരിക്കണം. അവന്റെ കൂടെ അവന്റെ ഇടയ്ക്കൊരു ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ നിർത്തി. എന്നിട്ടാണ് മറ്റേ അപ്പത്തേക്കാണ് അവസാനത്തെ ഇത് ലാസ്റ്റ് ചാൻസിനാണ് പോകുന്നത്. അപ്പൊ അങ്ങനെ ലൈക്ക് ആയതുകൊണ്ട് പിന്നെ കൈജൂസിന്റെ ഇത് കൈജു നമ്മൾ വെക്കുമ്പോൾ മറ്റേ മൈൻഡ്ലെസ് മോൺസ്റ്റേഴ്സ് ആണല്ലോ, അവരെ കോൺവെർസേഷനിലേക്ക് അങ്ങനെ ഒന്നും ഇതില്ല. പക്ഷേ ഒരു കോൺവെർസേഷൻ നടക്കും, ലൈക്ക് ഇത് അബ്സോർബ് ആവുമ്പോൾ അങ്ങനെ ഉണ്ട്. ലൈക്ക് കൈജൂസിന്റെ ഒരു കോൺവെർസേഷൻ ഉണ്ട്. എനിക്ക് ഇടയ്ക്ക് ഭയങ്കരമായിട്ട് പസിഫിക് റിം അടിച്ചായിരുന്നു. പസിഫിക് റിം ആണ് ആക്ച്വലി. മാങ്ക വായിച്ചപ്പോ എനിക്ക് അടിച്ചു. എനിക്ക് ആനിമെ കണ്ടപ്പോ അത്രയും തോന്നിയില്ല. അനിമെ അത്രയും സമയമായില്ലല്ലോ. പക്ഷെ മാങ്ക വായിച്ചു തുടങ്ങിയപ്പോഴത്തേക്കും, കാരണം മാങ്ക റിലീസ് ആയിട്ട് 2 വർഷം എന്തോ ആയി. ഞാൻ മാങ്ക തുറക്കുന്നത് ഞാൻ ഫോളോ ചെയ്യണമായിരുന്നു. തുറക്കും മുതൽ ഞാൻ വായിക്കുന്നതുകൊണ്ട് ഇപ്പൊ നിൽക്കുന്ന സ്റ്റേജ് അത്യാവശ്യം നല്ലൊരു സ്റ്റേജാണ്. ഏകദേശം ഒരു ഫൈനൽ ഷോ ഡൗൺ പോലത്തെ സ്റ്റേജാണ്. സോ ലൈക്ക് ഭയങ്കര രസമുള്ള സംഭവങ്ങളാണ്. മാങ്ക ഡ്രോയിങ് ആക്ച്വലി കുറച്ചും കൂടെ നല്ല ഡ്രോയിങ് ആണ്, വായിക്കാൻ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആണ് അതിന്റെ മാങ്ക. ഞാൻ ഇച്ചിരി കൊള്ളത്തിലേക്ക് ടേക്ക് ഇൻ ടു അക്കൗണ്ട് മാങ്ക വായിക്കാത്ത ഒരാളുടെ ബുദ്ധിമുട്ട്. ബട്ട് എനിവേസ് കുത്തിരുന്ന് വായിക്കാൻ പോയി ഒറ്റയടിക്ക്. ആദ്യമേ തുടങ്ങിയിരുന്നെങ്കിൽ കുഴപ്പമില്ല. അപ്പൊ എനിക്കൊന്ന് നമുക്ക് ഇത് കഴിഞ്ഞിട്ട് അടുത്ത സെക്ഷനിലോട്ട് പോകാം. നമ്മള് നേരത്തെ പറഞ്ഞല്ലോ ചൈനീസ്, കൊറിയക്ക് മാൻവ ഇതുണ്ട്. അപ്പം ലൈക്ക് ഇന്ത്യ ഇസ് എ വെരി കൾച്ചറലി ആർട്ട് ഇതായിട്ട്, പക്ഷെ നമുക്ക് അങ്ങനെ ഒരു ആനിമേഷൻ ഇതോ ഇല്ല. വി ആർ ഓൾമോസ്റ്റ് ഓൾവേസ് ഇൻ പെർഫോമൻസ് ആർട്സ്. പക്ഷെ നമുക്കൊരു നല്ല ഇതുണ്ട് ഇല്ലാന്നല്ല, ഉണ്ട്, പക്ഷെ അവര് ഉപയോഗിക്കുന്നില്ല. നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം, ഇപ്പൊ ഇവിടത്തെ പല ബിഗ് ബഡ്ജറ്റ്, അതായത് പുറത്തുനിന്നുള്ള കൺട്രിയെ കൊണ്ട് ആനിമേറ്റ് ചെയ്യിക്കുന്നു എന്നൊക്കെ പറയുന്ന പലതും ഫ്ലോപ്പ് ആവുന്നുണ്ട്. അതാ പറഞ്ഞേ റീസൺ ബിഗ്ഗസ്റ്റ് ഫ്ലോപ്പ് എനിക്ക് തോന്നുന്നു മറ്റേ ഇതാണ് തോന്നുന്നു, പ്രഭാസ് അഭിനയിച്ച സിനിമ ആദിപുരുഷ്. റീസൺ ഞാൻ പറഞ്ഞു തരട്ടെ. ഇപ്പൊ അവിടെ ചെന്ന് അവർ 50 കോടിക്ക് ചെയ്യണം എന്ന് വെച്ചോ, അത് അവിടുത്തെ ഏറ്റവും ലോവസ്റ്റ് ബഡ്ജറ്റ്, വലിയ സ്റ്റുഡിയോയുടെ ഏറ്റവും ലോവസ്റ്റ് ബഡ്ജറ്റ്. എന്നാൽ ഇവിടെ 50 കോടിക്ക് അതിന്റെ 4 ഇരട്ടി ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അവസരം കിട്ടുന്നില്ല എന്ന് തോന്നുന്നു, കൊടുക്കൂല അവർക്ക്. ഈ വലിയ കമ്പനിയുടെ ഫെയിം അത് ലോർഡ് ഓഫ് ദ റിങ്സ് ചെയ്ത സെയിം ടീമിനെ കൊണ്ടുവരുന്നു, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് മരക്കാരനാണെന്ന് തോന്നുന്നു അങ്ങനെ വന്നത്. അതാണ് അവർക്ക് വേണ്ടത്, പേരാണ്. അതെ, ഇപ്പം മറ്റേ ഇൻസ്റ്റാഗ്രാമിലും ഈ അനിമെ റിയൽ ലൈഫ് അഡാപ്റ്റേഷൻ സംഭവം 3D ചെയ്യണ കുറെ റീൽസ് കാണാറുണ്ട്. ഡിഫറെന്റ് മൾട്ടിവേഴ്സ് ഇൻ ഡിഫറെന്റ് അനിമെ വേഴ്സസ് എന്ന് പറഞ്ഞിട്ട് ക്യാരക്ടേഴ്സ്, ഒരു MHA ഒരു ക്യാരക്ടറിന്റെ ഒരു ഫൈറ്റ്, നമുക്ക് കറക്റ്റായിട്ട് നമ്മൾ ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നില്ല ആൾക്കാരെ. നമ്മൾ ഒരു കാര്യത്തെ പ്രൊമോട്ട് ചെയ്തില്ലെങ്കിൽ അതിന് ഒരു കയറി വരത്തില്ല. അത് ഇപ്പൊ സ്പേസ് ടെക്നോളജി അതിനൊക്കെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടാണ് പൈസ എന്ന് പറയുന്നത് നല്ല രീതിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഒരു പ്രൊമോട്ട് ചെയ്താൽ മാത്രമേ അത് കയറി വരത്തുള്ളൂ, ഇല്ലെങ്കിൽ അത് കയറി വരത്തില്ല. സോ അത് കണക്കാണ് റിസ്ക് അസോസിയേറ്റഡ് അല്ല റിസ്ക് അസോസിയേറ്റ് പറഞ്ഞാലുണ്ട്. ഈ ജപ്പാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഇവിടെ നിന്നുള്ള ആൾക്കാർ റിക്രൂട്ട് ചെയ്യുന്നുണ്ടല്ലോ, ഇപ്പൊ മറ്റു രാജ്യങ്ങളിലുള്ള ആൾക്കാർ പോകുന്നുണ്ടല്ലോ. അപ്പോഴവർ കൊടുക്കുന്ന കുറച്ചുണ്ട്, അതായത് ആൾക്കാരെ പ്രായമായ ആൾക്കാരെ നോക്കുമ്പോൾ നേഴ്സിംഗ് ഹോം നേഴ്സായിട്ട് ആൾക്കാർ കയറി പോകുന്നുണ്ട്. അങ്ങനെ പല രീതിയിൽ ഓട്ടോമൊബൈൽസിന്റെ ഇത് കയറി പോകുന്നുണ്ട്. അതേപോലെ ഒന്നാണ് ആനിമേറ്റേഴ്സാണ് നമുക്ക് ഇവിടുന്ന് ജപ്പാനിൽ പോകാൻ വേണ്ടിയുള്ള അവസരം കിടപ്പുണ്ട്. ദെൻ വൈ ഷുഡ് എ ഗായ് ജസ്റ്റ് സ്റ്റേ ഹിയർ? ഓപ്പർച്യൂണിറ്റീസ് ഇൻ ജപ്പാനിൽ അവർക്ക് ആൾക്കാരെ ആവശ്യമുണ്ട്, അവർ ആൾക്കാരെ ക്ഷണിക്കുന്നുണ്ട്, അവർ അവിടെയുള്ള ആൾക്കാരെ തന്നെ നല്ല രീതിയിൽ പഠിപ്പിക്കുന്നുണ്ട്. ജപ്പാൻ മാത്രമാക്കണ്ട, പുറത്തുള്ള വേറെ ഏത് രാജ്യം എടുത്താലും അവിടെ അവർക്ക് അവരുടെ ഗ്രാഫിക്സിന്റെ ഒരു ആനിമേഷനെക്കാളും കൂടുതൽ ഞാൻ പറഞ്ഞത് ഈ പറഞ്ഞ ആനിമെ, നമ്മുടെ ഈ ഒരു ആനിമെ മാത്രമായിട്ടാണ് ഉദ്ദേശിച്ചത്. എനിക്കൊന്നും ഇവിടുത്തെ ആനിമേഷൻ എന്ത് വിസ്മയം. എനിക്ക് അങ്ങനെ മാത്രമല്ല, ഇവിടെ there are pretty good animation companies ഉണ്ട്. അത് VFX ടീംസ് എല്ലാം കിഡിലായിട്ടുള്ള ടീംസ് ഉണ്ട് ഇവിടെ. നല്ല അടിപൊളി ടീംസ് ഉണ്ട്. നമ്മളെ ഈ ഇടയ്ക്ക് രാഘവ ലോറൻസിന്റെ ഒരു പടം ഇറങ്ങിയല്ലോ, എന്തോ ഒരു ജിഗർദണ്ഡ ഡബിൾ എക്സിനകത്ത് ഒരു ആനയുടെ ഷോട്ട് ഉണ്ടല്ലോ, അത് ആനിമേറ്റ് ചെയ്ത് എവിടെ? ട്രിവാൻഡ്രത്ത് വഴുതക്കാടാണ് അതിന്റെ ഓഫീസ്.
അവിടെയാണ് നമ്മളിവിടെ നല്ല CG ഒക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതിൽ CG നല്ല പക്ഷേ വേറെ കാര്യമുണ്ട്, അനിമ എന്ന് പറയുന്നത് CGI 3D മാത്രമല്ല, പ്രോപ്പർ സ്റ്റോറി ടെല്ലിംഗ്, പ്രോപ്പർ ക്യാരക്ടർ ഡിസൈൻ. ആനിമയ്ക്ക് ഒരു സെറ്റ് ഓഡിയൻസ് കൂടി ഉണ്ട്. അതുകൊണ്ട് അവർക്ക് ഫോക്കസ് ചെയ്യാൻ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഉണ്ട്. ഇവിടെ നമ്മളെ ഇവിടുത്തെ ആനിമേഷൻ അങ്ങനെ ഫോക്കസ് ചെയ്യാൻ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ സത്യം പറഞ്ഞാൽ ഇല്ല. ബട്ട് ദെൻ അഗൈൻ ഇഫ് നമ്മൾ നല്ല രീതിയിലുള്ള ടിൻഡു മാത്രമേ ഉള്ളൂ നമുക്ക് അതെ. പക്ഷെ സ്റ്റോറി ഞാൻ പറഞ്ഞ ആനിമേഷന്റെ കാര്യം പറഞ്ഞേ. ഹാപ്പി കിഡ് ഉണ്ട് കേട്ടോ, ഞാൻ കാണാറുണ്ടായിരുന്നു. എനിക്ക് ഓർമ്മയുള്ള മലയാളം എങ്ങനെ എന്തെങ്കിലും ഉള്ളത് മറ്റേ ഈ ടിൻഡുമോൻ മറ്റേ ഭരിതങ്ങളാ മറ്റേ ആനിമേഷൻ ഇല്ലേ, അങ്ങനത്തെ ബോബന് മോളി ഉണ്ടായിരുന്നു, ബോബന് മോളി ആനിമേഷൻ അങ്ങനെയൊക്കെ ഉള്ളു. സ്റ്റോറിക്ക് കുഴപ്പം ദാരിദ്ര്യമുള്ള ഒരു സ്ഥലമായിട്ട് തോന്നില്ല ഇന്ത്യ എന്നുള്ളത്. മിത്തോളജി മാത്രം ഫോക്കസ് ചെയ്ത് നമുക്ക് സ്റ്റോറി മിത്തോളജി ഫോളോ ചെയ്തിട്ടാണ് ഇവിടെ മറ്റേ പ്രശ്നമായി. ഓർമ്മ ഉണ്ടോ റെക്കോർഡ് ഓഫ് റൈനറോക്ക്? ഞാൻ കണ്ടുള്ള സത്യം പറയില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ക്യാരക്ടറാണ് ശിവൻ എന്ന് പറയുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളത്. അതിന് ഇത്ര ഗൂഫി ആയിട്ട് ഇറക്കിയതിന് എനിക്കും ഇഷ്ടപ്പെട്ടില്ല സത്യം പറഞ്ഞു. ബുദ്ധന്റെ ഒരു മാങ്ക എവിടെ ഒരു കണ്ട് അതിന്റെ അകത്ത് ജീസസ് ക്രൈസ്റ്റും ബുദ്ധനുമാണ് ഉള്ളത്. റീഇൻകാർണേറ്റ് ചെയ്ത് പുതിയ ജാപ്പനീസ് വേൾഡിൽ എനിക്ക് ഓർമ്മ ആനിമയുണ്ട്. ഹിറ്റ്ലറിനെതിരെ ഇത് ചെയ്യാൻ വേണ്ടി മറ്റേ അവഞ്ചേഴ്സ് സെറ്റപ്പ് ഗാന്ധിയും അങ്ങനെയൊക്കെ വരുന്നത്. ഇവിടെ ജപ്പാനിൽ വരോ ഇല്ല, സോറി മോനെ പറ്റൂല. അതൊരു ഓൾട്ടർനേറ്റ് ഇതുപോലെയാണ്. റെക്കോർഡ് ഓഫ് രാഗ്നറോക്ക് ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിലും കണ്ടുപോകും കേട്ടോ. ഇത് തന്നെ അതിനകത്ത് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടാൻ പോകുന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജാക്ക് ദ റിപ്പർ ഹെർക്കുലീസ് തമ്മിലുള്ള ഫൈറ്റ് ആയിരിക്കും. ലണ്ടൻ ബ്രിഡ്ജ് ഫോളിംഗ് ഡൗൺ എന്തുവായിരുന്നു എന്റെ പോലെ വന്ന് കേറുന്നൊരു വിരക്കൊക്കെ ഉണ്ട്. നമുക്ക് അതിനകത്ത് ആരുടെ കൂടെ വയ്ക്കണമെന്ന് നമ്മള് ഇതായി പോകും. കാരണം ജാക്ക് ദ റിപ്പർ ഒരു മോശം ക്യാരക്ടറാണ്, അയാൾ മനുഷ്യന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നു. ഹെർക്കുലീസ് നല്ലവനാണ് അയാള്, പക്ഷെ ഗോഡ്സിന് വേണ്ടി നമ്മൾ നല്ലവനായ ഹെർക്കുലീസിന്റെ കൂടെ വയ്ക്കുവോ ജാക്ക് ദ റിപ്പറിന്റെ കൂടെ വയ്ക്കുവോ എന്നുള്ളൊരു ഒരു ക്ലാഷ് ഉണ്ട് നമ്മളെ മൈൻഡില്. ആ കോണ്ടെക്സ്റ്റ് ഇമ്പോർട്ടന്റ്. ലൈക്ക് ഗോഡ്സ് ഫൈറ്റ് ചെയ്യുന്നത് മറ്റേ ഹ്യൂമാനിറ്റിയുടെ എക്സ്റ്റൻഷന് വേണ്ടിയാണ്. അതാണ് ആരുടെ കൂടെ നിൽക്കുമെന്നുള്ള നമുക്കൊരു കൺഫ്യൂഷൻ ആണ് ആ ഒരു ഫൈറ്റിന്റെ അവസാനം. ഞാൻ ലാസ്റ്റ് കാണുമ്പോൾ മാങ്ക എന്താ പറയാ ഈ സോർഡ് ഫൈറ്റിന്റെ ക്രിയേഷൻ, ഗോഡ് ഓഫ് സോർഡ് വേഴ്സസ് ജാപ്പനീസിലെ ഒരു സാമുറായി ലെജൻഡുമായിട്ടുള്ള ഫൈറ്റ് ഞാൻ കണ്ടു. അത് അത്യാവശ്യം നല്ല ആനിമേഷൻ ഇറങ്ങിയോ? ആണോ? കണ്ടിട്ടുണ്ട്. ഞാനിതാ നിൽക്കുന്നത്. ലൈക്ക് ഇറ്റ്സ് വെരി ഗുഡ്. റെക്കോർഡ് ഓഫ് രാഗ്നറോക്ക് കിടിലമാണ്. അത് ഇന്ത്യയിൽ ബാൻഡ് ആണെന്ന് ഫോർ ഓബ്വിയസ് റീസൺസ്. കുറ്റം പറയാൻ പറ്റില്ല. It hurts pride. I mean, it hurts sentiments of people. So അതുകൊണ്ട് നമ്മൾ റെക്കോർഡ് ഓഫ് രാഗ്നറോക്ക് ബാൻ ചെയ്യേണ്ടി വന്നു. അങ്ങനെ സോ അങ്ങനെ ഉണ്ട്. നമുക്ക് ഇന്ത്യയിൽ മറ്റേ എടുക്കാൻ പറ്റുന്ന ഇഷ്ടംപോലെ കഥകളുണ്ട്. പക്ഷെ അത് ആനിമേഷൻ ഒരു ലൈക്ക് ഒരു ഫോമോ ആർട്ട് ഫോം ഫ്രം ഇന്ത്യ എന്നുള്ള രീതിക്ക്, ആനിമേഷൻ ഫ്രം ഇന്ത്യ എന്നുള്ള രീതിക്ക് വന്ന് എനിക്ക് അത്യാവശ്യം നല്ല ഫാൻ ഫോളോയിങ് ഉണ്ട്. കാരണം ഇന്ത്യ കൾച്ചറലി റിച്ച് ആണ്. ബാക്കിയുള്ള ആൾക്കാർക്ക് ഇന്ത്യ എന്ന് പറയുമ്പോൾ മറ്റേ ലൈക്ക് ദേ വാണ്ട് ടു നോ മോർ. ആ റിസ്ക് ഏറ്റെടുത്ത് ചെയ്യാനുള്ള ധൈര്യം വേണം. അങ്ങനെ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഐ തിങ്ക് വി ക്യാൻ ഡു. മിത്തോളജി ഉള്ള രാമായണ മിത്തോളജി ഇസ് എ വെരി സെൻസിറ്റീവ് തിങ്. നമ്മൾ അങ്ങ് അത് പോയിട്ട് കഴിഞ്ഞാൽ വെരി റിസ്കി. പക്ഷെ നമുക്ക് അതല്ലാണ്ട് തന്നെ നമുക്ക് ഒരുപാട് അർബൻ ലെജൻഡ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇപ്പം ഇതെടുത്ത് മിത്തോളജി എടുത്താൽ പോലുവേ സോഴ്സ് മെറ്റീരിയലുമായിട്ട് ഒരു നീതി പുലർത്തിക്കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അത് നല്ലത് തന്നെയാണ്. ഞാൻ പറഞ്ഞുതരാം കൃത്യമായിട്ട്. വി ആർ വെരി സെൻസിറ്റീവ് അബൌട്ട് അവർ മിഥിക്കൽ സോഴ്സ് മെറ്റീരിയലുമായിട്ട്. ഇപ്പം രാമായണമായിട്ട് രാമായണത്തിലുള്ള കാര്യം തന്നെയാണ് പറയുന്നതെങ്കിൽ നമുക്ക് അങ്ങനെ എന്ത് ചെയ്യണമെന്നറിയോ? നമുക്ക് രാമായണത്തിന്റെ ആ സംഭവം സെയിം പ്ലോട്ട് അല്ലെങ്കിൽ സെയിം സ്റ്റോറി ലൈൻ മോഡേൺ സീരിയലുകള് പണ്ടുണ്ട്. ഇപ്പൊ ബാലയെ കേറി വന്നത് സോപ്പ് ഓപ്പറാസ് ഡിഫറെന്റ് ഉണ്ട്. സീരിയൽസ് ആൻഡ് സോപ്പ് ഓപ്പറാസ് ആർ ഡിഫറെന്റ്. നമ്മൾ ആ ഒരു ആംഗിൾ പോവാതെ ഇപ്പം നമ്മൾ ആ ഒരു അനിമേ സ്റ്റൈല് തന്നെയാണ് ഫോളോ ചെയ്യാൻ ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മിത്തോളജിക്കൽ സംഭവങ്ങൾ എടുക്കുന്നത് ഇസ് ഗോയിങ് ടു ബി ക്വൈറ്റ് സെൻസിറ്റീവ്. അതിന്റെ ആവശ്യമില്ല. നമുക്ക് ഇഷ്ടംപോലെ വേറെ സ്റ്റോറീസ് ഉണ്ട്. പറഞ്ഞ അത് വരെ എടുക്കാൻ പറ്റും. ഈസി വേ എന്താ പറയാ
ഭയങ്കരമായിട്ട് ആനിമേ പരമായിട്ട് കാണിക്കാൻ പറ്റിയ സാധനങ്ങളാണ്. കോൺട്രവേഴ്ഷ്യൽ. ഇപ്പൊ മഹാഭാരതം ആണെങ്കിൽ തന്നെ എന്തുമാത്രം ഫൈറ്റ്സും കാര്യങ്ങളുണ്ട്. ലൈക്ക് അതൊക്കെ മറ്റേ അത് പക്ഷെ ഇവിടെ ഇവിടെ ചെയ്യുന്നത് വിൽ ബി വെരി ഇവിടെ കോൺട്രവേഴ്ഷ്യൽ. ചെയ്താൽ അത് ഓടൂല. ഇവിടെ കോൺട്രവേഴ്സി തുടങ്ങി എന്ന് വെച്ചോ അപ്പത്തേക്ക് നിർത്തിക്കാൻ വേണ്ടി ഒരു ലോഡ് ആൾക്കാർ വരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വി ആർ വെരി സെൻസിറ്റീവ് അബൌട്ട് അവർ റിലീജിയൻ. അതിപ്പം ഏതാണെങ്കിലും ഏത് റിലീജിയസ് എവരിതിങ്. ട്രൂ. Yeah, we are. ടോപ്പിക്. Another Okay, topic, moving yeah. on. Moving on. So, Ninja Kamui. സോ നമ്മൾ ഒരു കാറ്റ് ഫിഷ്, നിങ്ങളെ കാറ്റ് ഫിഷ് ചെയ്തെന്ന് തോന്നിയ ആനിമ ഏതാ? ബബിളില് മാത്രമല്ല. ഫസ്റ്റ് കൊള്ളാന്ന് തോന്നി, പിന്നെ അതിനുശേഷം ലൈക്ക് എന്താ പറയാ, Not up to the mark. വളരെ ബോറിംഗ് ആയിട്ട് തോന്നി. എനിക്കൊന്ന് നീഞ്ച കാമുയാണ് തോന്നുന്നു. കാരണം നമ്മൾ അതിലൊരു എപ്പിസോഡ് ചെയ്തിട്ടുണ്ട്. കിടിലാണ്, അടിപൊളിയാണ്. ബിക്കോസ് ഇറ്റ് വാസ് ആക്ച്വലി സ്റ്റാർട്ടിങ് 3 എപ്പിസോഡ് കിടിലം. ഫസ്റ്റ് സീസൺ 13 എപ്പിസോഡ്. ആദ്യം എനിക്ക് കണ്ടപ്പോ കാറ്റ് ഫിഷ് എന്തോന്നൊക്കെ തോന്നി. ഫസ്റ്റ് എപ്പിസോഡ് കിടിലം. സെക്കൻഡ് എപ്പിസോഡ്, തേർഡ് എപ്പിസോഡൊക്കെ ഓൺ പാർ. സംഭവം എന്ന് പറഞ്ഞാലേ ഈ ഫൈറ്റ് മാത്രം കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തൊരു ഇൻട്രസ്റ്റ് ഹൂക്ക് ചെയ്യാൻ പാടാ. ഇപ്പം ഒരു ഫൈറ്റ് മാത്രം പൊക്കോണ്ടിരിക്കുകയാണ്, ഹൂക്ക് ചെയ്യാൻ പാടാ. പക്ഷെ ഒരു സ്റ്റോറി ഇതിനകത്ത് കൺവേ ചെയ്യുന്നുണ്ട്. സ്റ്റോറിയിലൂടാണ് ഈ ഫൈറ്റ് പോകുന്നത്. ക്ലേശിയസ് സ്റ്റോറിയാണ്. നമുക്ക് ഭയങ്കരമായിട്ട് നമ്മൾ കേട്ട് പഴകിയ സ്റ്റോറിയാണ് അതിലുള്ളത്. മറ്റേ കേട്ട് പഴകിയത് മാറ്റാൻ വേണ്ടി ഒരു കുറെ എലമെന്റ്സ് ഉണ്ട്. പക്ഷെ ആ എലമെന്റ്സ് ആണ് ഏറ്റവും വലിയ ശല്യം. ഒത്തില്ല. അതായത് അവർ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞാൽ നീഞ്ചാസിന് സൈബർനെറ്റിക് ആയിട്ട് മറ്റേ സൈബോർക്ക് നിഞ്ചാസിനെ ഒക്കെ കൊണ്ടുവന്ന് മറ്റേ വലിയ സംഭവമൊക്കെ കാണിക്കാണെങ്കിൽ കുറച്ച് മെക്കൊക്കെ കയറ്റി അത് മറ്റേ റീചാർജ് ചെയ്യണം. അത് 3 മിനിറ്റ് നിൽക്കുള്ളൂ കേട്ടോ. വലിയ റോബോട്ടാ, ഇരുന്നാ മതി. ഇന്ന് പോയിട്ട് ബാക്കില്ല വെച്ചേക്കുന്നത്. കുത്തിരിക്കി ചാർജ് റബ്ബർ കട്ടമ്മേ. കറക്റ്റ് അതാണ് സംഭവം. അതാ കുത്തിയിരിക്കാന്ന് വെച്ച് കഴിഞ്ഞാല് സ്പോട്ടി ചാർജ് ആവും. പെട്ടെന്ന് ചാർജ് ആവും. 3 മിനിറ്റ്, ഒരു 3 മിനിറ്റ് എപ്പം വരാം റീചാർജ് ചെയ്തിട്ട് വരാം. രണ്ടുപേർക്ക് സെയിം ടൈമാണ്. ഇവ അവന്റെ ചാർജിങ് പോർട്ട് നശിപ്പിക്കുക. സൂപ്പർ ഗേൾ ഫ്രം ചൈന എന്ന് പറഞ്ഞ പാട്ടുണ്ട്, കണ്ടിട്ടുണ്ടോ? ഓ സിനിമയല്ലേ അത്? അങ്ങനെ സണ്ണി ലിയോന്റെ എന്തോ അങ്ങനെ ഒരു സിനിമ ഉണ്ടായിരുന്നു. ഒരു പാട്ടാ അത്, നമ്മളെ ഇവര് ചെയ്ത സണ്ണിലിയുടെ സ്ഥിരം പാട്ടുകൾ സമയം തരംഗമായിരുന്നു. സൂപ്പർ ഗേൾ ഫ്രം ചൈന. അതേപോലെ Not going into that, but വേറെ അങ്ങനെ ഏതെങ്കിലും ആനിമ ഉണ്ടോ? സൂപ്പർ ഗേൾ ചൈന അതുപോലത്തെ അനിമ പറയാനില്ല. തമാശ നീഞ്ച കാമുയി പോലെ ഇപ്പൊ ഇതുപോലെ കാറ്റ് ഫിഷ് ചെയ്ത വേറെ ആനിമ നിങ്ങൾ കണ്ടു തുടങ്ങി അതിന് ശേഷം പിന്നെ അലമ്പായം തോന്നിയ ഏതുണ്ട് ആനിമ? ഇത്രയും വലിയ ആനിമ എന്തൂസിയാസ്റ്റ് ഇരുന്നിട്ട് വേറെ ഒന്നുമല്ല. ആലോചിച്ച് നോക്കൂ, ചിന്തിച്ചു നോക്കൂ. ഞാൻ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കോൺട്രവേഴ്സി സാധനം. എനിക്ക് അങ്ങനെ തോന്നിയ സാധനം സത്യം പറഞ്ഞ ഡ്രാഗൺ ബോളാ. ഞാൻ പ്രതീക്ഷകളോടെ ഇപ്പൊ ഒന്നും കാണാറില്ല. എന്നെ പ്രതീക്ഷ നശിച്ച ഒരു മനുഷ്യനായി ഞാൻ മാറിയിരിക്കുകയാണ്. ആക്ച്വലി ഞാൻ കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് എന്തെങ്കിലും നല്ല റെക്കമെൻഡേഷൻസ് ക്രെഡിബിൾ സോഴ്സ് നിന്ന് കിട്ടിയാൽ മാത്രമേ ഞാൻ കാണുള്ളൂ. അല്ലെങ്കിൽ അത്രയും കമ്മിറ്റ് ചെയ്ത് സമയം കളയാൻ വയ്യ ഉള്ള കാര്യം. സ്വൈപ്പ് ചെയ്തോണ്ടിരിക്കുമ്പോൾ വല്ല റീലും കാണും. ഓക്കെ, ഇൻട്രസ്റ്റിംഗ്. ഞാൻ ആർക്കെങ്കിലും വെച്ചിട്ട് ഇതിന്റെ പേരെന്താന്ന് ചോദിക്കും. കമന്റിൽ പേര് പരിപാടി ഞാൻ നിർത്തി. കിങ്ഡം ഓഫ് റൂയിൻ എന്ന് പറഞ്ഞ ഞാനൊരു ആനിമ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. ഫസ്റ്റ് ഒക്കെ കൊള്ളായിരുന്നു. പിന്നെ ഇപ്പം ചില സാധനങ്ങൾ അങ്ങനെ ഉണ്ട്. ചില ഫൈറ്റ് കോഷ്യസ് ഹീറോ ഉണ്ടോ? കോഷ്യസ് ഹീറോ ഇതേപോലെ അത് എനിക്ക് സ്റ്റാർട്ടിങ് തോന്നിയിട്ട് പിന്നെ MC ഭയങ്കര മോശം. അറ്റ്ലീസ്റ്റ് ഫോർ മീ എനിക്ക് കുറച്ച് ഡിസപ്പോയിന്റിംഗ് ആയിട്ട് തോന്നി. ഓവർലോഡ് എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. ഓവർലോഡ് ആക്ച്വലി എനിക്ക് ഇഷ്ടപ്പെട്ടതാണ്. ആദ്യം ഇഷ്ടപ്പെട്ട് പിന്നെ അങ്ങോട്ട് എന്നുള്ളതായി പോയി. അതാ വേൾഡ് ബിൽഡിങ് നല്ലതായിരുന്നു ഇതിനകത്തുള്ള. എനിക്ക് അതുകൊണ്ട് കുറച്ച് ഇഷ്ടപ്പെട്ടായിരുന്നു. ഓവർലോഡ് കംപ്ലൈന്റ് പറയാൻ തക്ക സാധനം അല്ല, എനിക്ക് എന്തോ ചിലപ്പോ നിർത്തിയ അവര് നിർത്തിയ ഒരു ഫേസിന്റെ അതും കൂടെ ആയിരിക്കാം. എനിക്ക് അതിന്റെ ഇപ്പൊ നിർത്തി വെച്ചേക്കുന്ന സാധനം എനിക്ക് കോഷ്യസ് ഹീറോ തന്നെ ഞാൻ ഇടയ്ക്ക് വെച്ച് നമ്മളെ ഗ്രൂപ്പിലാണ് കമ്മ്യൂണിറ്റിയിലാന്ന് തോന്നുന്നു. ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോ കോഷ്യസ് ഹീറോയ്ക്ക് ഫാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് എന്റെയും പേഴ്സണൽ ഫാൻസ് മാത്രമാണല്ലോ. ഇത് ഡ്രാഗൺ ബോൾ ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇതാണ് എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാൻ. സോ ഞാൻ അതിനെ കുറിച്ച് ഡ്രാഗ് ചെയ്യുന്നത് ശരിയല്ല. അതങ്ങ് സ്പ്ലിറ്റ് ആയി പല ടൈം മൾട്ടിവേഴ്സ് പോലെയാണ് പോയിരിക്കുന്നത്.
ഞാൻ മറ്റേ ഇങ്ങനെ റീല് കണ്ട് കേറി വാച്ച് ചെയ്ത് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഫയർഫോഴ്സ് ആയിരുന്നു ഉള്ള കാര്യം പറയാൻ. ബംഗോ സ്ട്രേ ഡോഗ്സ് ഞാൻ 3 സീസൺ എന്തോ പോയി, പിന്നെ അതിന് ഞാൻ കണ്ടില്ല. അത് അവന്മാര് ഡിലേഡ് ആണ് നെക്സ്റ്റ് സീസൺ. അതുകൊണ്ടാ പിന്നെ ഞാനും ഇപ്പം ഒരു 4ാമത്തെ അവന്മാര് ഇപ്പം കുറച്ച് ഡിലേയിലാണ് പോകുന്നത് ബംഗോ സ്ട്രേ ഡോഗ്സ്. പക്ഷെ അത് നല്ലൊരു നൈസ് ഒരു സാധനം, അത് പ്ലോട്ട് കിട്ടില്ല അതിന്റെ. കോമഡി എന്തോ വേണ്ടുള്ള എല്ലാം ഉണ്ട്, രസമുള്ള സംഭവം. പിന്നെ അത് അത്യാവശ്യം അങ്ങനെ ഡിസപ്പോയിന്റിംഗ് ആയിട്ട് പിന്നെ കണ്ടു തുടങ്ങി ശോകമായതെന്ന് പറയാൻ ആകെ ഇത് മാത്രമേ ഉള്ളൂ. പുതിയ അത് ന്യൂ ഏജ് അനിമേ ആനിമേ ശോകമാണ് ബൊറൂട്ടോ. ബൊറൂട്ടോ കാണാൻ ആനിമേഷൻ കൂറയാണ്, മാങ്ക കൊള്ളാം. മാങ്ക ആനിമയും കാച്ചപ്പ് ആയത് കാരണം അവന്മാരെ ഫില്ലർ ഇറക്കി നശിപ്പിച്ചു. നേരത്തെ പറയണ ഗിന്തോക്കി പറയുന്ന ആനിമേ ഒരു വഴിക്ക് പോകുന്നു, മാങ്ക മറ്റൊരു വഴിക്ക് പോകുന്നു. ഇവർ തമ്മിൽ എന്ന് കൂട്ടിമുട്ടുമെന്നാണ് നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. കൂട്ടിമുട്ടിയിട്ട് ഇനി ബൊറൂട്ടയെ രക്ഷിക്കാൻ പറ്റില്ല. ഇനി ബൊറൂട്ടയെ രക്ഷിക്കാൻ എന്ന് പറഞ്ഞാൽ നിർത്തിയിട്ട് റീബൂട്ട് എന്ന് പറഞ്ഞിട്ട് നല്ലൊരു സ്റ്റുഡിയോ സ്റ്റുഡിയോ കുറ്റം പറയത് ആരാ പേരോട്ടാ ചെയ്യുന്നത്? കാര്യമില്ല, പേരോട്ടിന്റെ തട്ടിക്കൂട്ടി നാരൂട്ടോ ചെയ്തത് പേരോട്ടാണ്, ബ്ലാക്ക് ക്ലോവർ ചെയ്യുന്നത് പേരോട്ടാണ്. ക്ഷമ വേണം ഈ സാധനമൊക്കെ ചെയ്യാൻ വേണ്ടി. സാവധാനം റിലീസ് ചെയ്തിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. അല്ല, ഇനി റീബൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി തന്നെ കോണ്ടന്റ് കിടപ്പുണ്ട്. ആനിമേ മാങ്ക ആനിമേ സ്പേസിങ് ഇപ്പം കറക്റ്റാ. മിസ്റ്റർ ബീസ്റ്റ് ഇടയ്ക്ക് പറഞ്ഞായിരുന്നു നറൂട്ടോ റീക്രിയേറ്റ് ചെയ്യണമെങ്കിൽ എത്ര വേണം ഇറങ്ങുന്നത്. അവൻ്റെ ഒന്ന് പൈസ മേടിച്ചിട്ട് ആരെങ്കിലും ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരുന്നു. ലൈവ് ആക്ഷൻ ആയിരുന്നു അല്ലല്ല റീബൂട്ട് ചെയ്യാൻ വേണ്ടി. ചെയ്യരുത്. ഈ പറഞ്ഞ ഈ വൺ പീസ് തന്നെ റീബൂട്ട് ചെയ്യാൻ വേണ്ടി അതിന്റെ ആവശ്യം എന്തോ? വൺ പീസിന് എന്ത് റീബൂട്ട് ചെയ്യാൻ? അതിനകത്ത് ക്ലാരിറ്റി ഇത് ഈ ആനിമേഷന്റെ ക്വാളിറ്റി കൂട്ടിയിട്ട് ഒന്നും കൂടി ആദ്യത്തെ എപ്പിസോഡുകൾ ആദ്യത്തെ ഏതോ ഗ്രാൻഡ് ലൈൻ ഈസ്റ്റ് ബ്ലൂ മൊത്തം ഈസ്റ്റ് ബ്ലൂ മാത്രമല്ല ഫുള്ള് അവർ ഇറക്കാൻ പോകുക. അതായത് ഒരു പോയിന്റ് ഇപ്പോഴത്തെ കറണ്ട് ആനിമേഷൻ സിനാരിയോ ആയിട്ട് നൈസായി പോകുന്ന ആ ഒരു പോയിന്റ് വരെ അവര് റീബൂട്ട് ചെയ്യാൻ പോകുന്നതാണ്. ഇത്രയും കാശൊക്കെ വെറുതെ ഇറങ്ങി ദാനം എന്തിനാ മാറ്റാം? അത് നല്ല മോശം മാറ്റി കഴിഞ്ഞാൽ കുഴപ്പമില്ല, നല്ലത് എന്തിനാ മാറ്റുന്നത്? അത് അവർക്ക് ഒരു ഇത് കിട്ടി എന്തോ മറ്റേ മൂത്ത് ആലോചിച്ചു അവർക്ക് റെഡ് ആ ഇറങ്ങുന്ന ഒരു സമയത്ത് ഹൈപ്പ് അടിച്ച് നിൽക്കുമ്പോഴത്തേക്ക് അവര് പിന്നെ ലൈവ് ആക്ഷൻ കൂടെ അപ്പത്തേക്ക് ലൈവ് ആക്ഷൻ അവര് ഹിറ്റായി. അതുപോലെ ലൈവ് ആക്ഷനിലെ മറ്റേ സാഞ്ചിയായിട്ട് അഭിനയിച്ചതിന് വേണ്ടിയിട്ട് ഓടെ തന്നെ ഡിസൈൻ ചെയ്ത് കൊടുത്തു ടാറ്റു. അവന്റെ കമ്മിറ്റ്മെന്റ് സത്യം സമ്മതിക്കണം. അവൻ കുക്കിംഗ് അടിച്ച് ഫൈറ്റിംഗ് അടിച്ച് സെറ്റിൽ എല്ലാവർക്കും ഭക്ഷണം കൊടുത്ത പരിപാടിയായി. ഡിസൈൻ ചെയ്ത ആക്ച്വലി വിഷയമല്ലേ ഇതാ ഡിസൈൻ ചെയ്തതാ. ഫ്ലെക്സ് അതിന് മറ്റേ ക്യാരക്ടർ എല്ലാം കൂടെ നോക്കിക്കഴിഞ്ഞാൽ മറ്റേ വൺ പീസിന് ടെക്സ്റ്റ് അങ്ങനെ എന്താണ് എഴുതിയിരിക്കുന്നത് ഫുള്ള് ടാറ്റൂന്റെ ഡിസൈനിൽ. ഭയങ്കര ഇൻട്രിക്കേറ്റ്ലി ഡീറ്റെയിൽഡ് സാധനമാണ്. കിടിലൻ പരിപാടിയാണ്. ഓൺ ദ ബേസിസ് ഓഫ് വൺ പീസ് ഞാൻ വൺ പീസ് കണ്ടത് ആക്ച്വലി ഞാൻ ക്യാച്ചപ്പ് ചെയ്തത് ഇൻ 2.5 months. ഇരുന്ന് കാണില്ലായിരുന്നു. അറിയാലോ ഞാൻ മറ്റേ ഹെർമിറ്റ് സീനായിരുന്നു 2.5 മാസം. സോറോ വേഴ്സസ് കിങ് ഫൈറ്റ് കാണാൻ വേണ്ടി തന്നെയാണ്. പക്ഷെ ഇപ്പോഴും നമ്മുടെ അനിമേ റേറ്റിംഗ്സിലും റേറ്റിംഗ് കൂടുതലുള്ള എപ്പിസോഡും ഗിയർ 5-നേക്കാളും സോറോ വേഴ്സസ് കിങ് ആണ്. വൈ ഡു യു തിങ്ക് സോ? സോറോക്ക് നല്ല ഫാൻ ബേസ് ഉണ്ട്. ലൈക്ക് ബെറ്റർ ദാൻ ലൂഫി. എന്ത് അടിസ്ഥാനത്തിലാണ് വൺ പീസില് ഫേവറേറ്റ് ക്യാരക്ടർ ആര്? രണ്ടും വാൾപേപ്പർ സോറോ ആണ് ഗൈസ്. വാൾപേപ്പർ സോറോ ആണ്. നീ ഉസബും ബ്രൂക്കും സോറോ. 4 out of 3. I mean 3 out of 4. 3 out of 4. I rest my case. But it's a very small data pool. You knew we like Zoro. That's not. Yes, Paramute Zoro. Random shinobi are Zoro. 4 out of 5. Luffy or Zoro.
അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാലോ ലൂഫിയർ സോറോ ചോദിച്ചേ. അതാണ് പറഞ്ഞ സോറോ സോറോ സംശയം എന്ത് സോറോ ലൂഫിയൻ സോറോ എന്നാണ് ചോദ്യമെങ്കിൽ ഞാൻ കേട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രോ ഹാറ്റ്സിൽ ആരാണ് ഇഷ്ടം? ലൂഫിയൻ സോറോ ആണെങ്കിൽ ഞാൻ പറയുന്നത് ലൂഫിയൻ. അതിനൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല വേറൊന്നും കൊണ്ടല്ല, ഈ പറഞ്ഞ മാസ്കുലിനിറ്റി സിഗ്മ ആ സാധനം കൊണ്ടാണ് അല്ല സിഗ്മ കൊണ്ടാണ് ഈ പറഞ്ഞ ഇതിനകത്തോട്ട് വരുന്നത്, സോറിലോട്ട് വരുന്നത്. ഞാൻ ഒരുപാട് ലോയൽറ്റി ടു ഹൂം? It doesn't matter who you are loyal to. ആ ലോയൽറ്റി കാരണം ആരോടും ലോയൽ ആവുന്ന ഒരു ക്യാരക്ടർ അല്ല സോറോ എന്ന് പറയുന്നത്. because he has good character. ആർക്കാ? Zoro is a good character. ലൂഫി? എടാ അതല്ലടാ ഇവിടെ സംസാരിച്ചോണ്ടിരിക്കുന്നത്. ഓക്കെ പറ അല്ലേ. Luffy is a great captain. Luffy is a great captain. He's a great person. Luffy is a great person. Great captain. Okay. Luffy is a great captain. Great person. Great person. Great person. ഞാൻ ഒരിക്കലും പറയും പറയത്തില്ല, ഞാനും പറയത്തില്ല. കൊന്നാലും ഞാൻ പറയില്ല ലൂഫി ഈസ് എ ഗ്രേറ്റ് ക്യാപ്റ്റൻ ഞാൻ പറയില്ല. സ്വന്തം ഗ്രൂപ്പിലുള്ളവന്മാർ രക്ഷിക്കുക എന്നുള്ളതാണ് ക്യാപ്റ്റന്റെ മെയിൻ ആയിട്ടുള്ള ഇത്. കൊണ്ടുപോയിട്ട് ആ പാവങ്ങളെ കൊണ്ടുവന്ന് അടിക്കാൻ പോലും എടുത്താലും ഞാൻ യൂസഫിനെ കൊണ്ട് ചാവായിട്ട് കൊടുക്കുന്നതാണ് ഗ്രേറ്റ്. എന്നെ ഇവിടെ വെള്ളത്തിൽ ഇറക്കി വിട്ടാലെങ്കിലും മതി എന്ന് പറഞ്ഞാണ് യൂസഫൊക്കെ ഇരിക്കുന്നത്. കാരണം ഈ കടലും എല്ലാം കടന്ന് വെള്ളം കുടിച്ച് ചത്തോളാം, വെള്ളം കിട്ടാതെ ചാവുന്നതിനേക്കാളും നല്ലതാന്ന് പറഞ്ഞാൽ നിൽക്കുന്നത്. അങ്ങനെ. പക്ഷെ എന്താ പറയാ, സോറോ ഹാസ് ആൻ സ്പെഷ്യൽ ഓറ. അങ്ങനെ പറയുള്ളൂ. അത് ഈ മാസ്കുലിന്റെ സിഗ്മ ആണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഒരു സാധനം. പിന്നെ ഇതിനർത്ഥ സോറോയെ എനിക്ക് ഇഷ്ടമല്ലെന്നൊന്നും അല്ല കേട്ടോ. അത് സോറോ ഓർ ലൂഫി എന്ന് വെച്ചാൽ ഞാൻ ലൂഫി എന്ന് പറയത്തോളം എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ളത് സോറോയുടെ ഫൈറ്റ്സ് ആണ്. കുറച്ചും കൂടി എനിക്ക് വന്ന ഷോർട്ട് ഫൈറ്റ് ആയതുകൊണ്ടാണ് ലൈക്ക് ടു ദ എൻഡ് എന്ന് പറഞ്ഞാൽ അവസാനം കാണാനുള്ള ഒരു ഫൈറ്റ് ആണ് ഈ ഒരു സോറോയുടെ ഫൈറ്റ് എന്ന് പറഞ്ഞാൽ. ലൂഫിയുടെ ഡെസേർട്ട് ആണ് സോറോയുടെ ഫൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഡെസേർട്ട് ആണ്. പിന്നെ മോസ്റ്റ്ലി സോറോ ഫൈറ്റ് ചെയ്യുന്ന എല്ലാ സ്പോർട്സ്മാൻസും ആയിട്ടാണ്. ലൈക്ക് നമുക്ക് എപ്പോഴും ആ ഒരു ഇതുണ്ട് ലൈക്ക് വി ആർ എന്താ പറയാ ബയസ് ടു ദാറ്റ്. ഒരു ഷോർട്ട് ഫൈറ്റ് കമ്പെട്ടി കഴിഞ്ഞാൽ നമ്മളെടുത്തിട്ട് സോർട്ട് ആക്കുന്ന ആൾക്കാരുണ്ടല്ലോ, മനസ്സിലായില്ലേ? As a man we like swords, and for women they like the masculinity that And bro plays with 3 swords. ambidextrous. ambidextrous means 2 പ്ലസ് 1 അല്ലേ 3 അല്ലേ. എടാ മോനെ ഞാൻ ഒന്നും പറയുന്നില്ല ഗൈസ്. ഇത് കട്ട് ചെയ്യാൻ പറ്റില്ല, കട്ട് ചെയ്യാനും പറ്റില്ല. നമുക്ക് ഇത് മാത്രം എടുത്ത് ഇൻസ്റ്റയിൽ ക്ലിപ്പ് ഇടും. ഒന്നും പറഞ്ഞില്ല. അതാ നല്ല പിള്ള. എനിക്കതാ തോന്നിട്ടുള്ളത്. ലൈക്ക് എനിക്ക് അതാ സംഭവം ഷോർട്ട് പ്ലേ ആയതുകൊണ്ടാണ് സോറോയുടെ ഫൈറ്റ്സ് കാണാൻ. കാരണം പെൺപിള്ളേർക്കെന്ന് പറഞ്ഞാൽ അത് അതൊരു ഇമ്പോർട്ടന്റ് ഇതാണ്. അങ്ങനെയുള്ള ക്യാരക്ടേഴ്സിനോട് അത് അങ്ങനെ എന്തോ ഉണ്ട്. ലൈക്ക് മുമ്പ് മറ്റേ ഈ കേവ് മാൻ സമയത്ത് ലൈക്ക് സ്ത്രീകളെ ആകർഷിക്കുന്ന ഫാക്ടർ എന്നുള്ളതിൽ മറ്റേ സ്ട്രോങ് ഡിപെൻഡന്റ് മാൻ. ലൂഫി ഡസന്റ് ഹാവ് ദാറ്റ് ഓറ, ദാറ്റ് സ്ട്രോങ് ഡിപെൻഡന്റ് മാൻ. അവൻ he is but he doesn't look like that. So അപ്പൊ നീ പറഞ്ഞു വരുന്ന ലുക്സ് മാറ്റർ ഒന്നും ഞാൻ പറയുന്നല്ലോ, ഞാൻ പറയുന്നത് അത് മാറ്റർ ആവാൻ പാടില്ല എന്നാണ്, മനസ്സിലായില്ലേ? ലുക്സ് മാറ്റർ അല്ലല്ലോ. പോട്ടെ. അപ്പൊ അടുത്ത ഇന്നലെ ഇവ അയച്ച ക്വസ്റ്റ്യൻസിൽ ഉണ്ടായിരുന്നതാണ് മറ്റേ ലൂഫി തട്ടിപ്പോയി, who will be more sad? Everybody. അങ്ങനെ ഒരാളായിട്ട് അതിനകത്ത് പറയുന്നത് എങ്ങനെയാണ്? നമുക്ക് അതിനകത്ത് എല്ലാരും ഒരുപോലെ തന്നെ. എന്റെ കറക്റ്റ് ആൻസർ അതായിരുന്നു, ബോ ഹാൻകോക്ക്. എല്ലാരും പറയും മറ്റേ ഇവനാണ്. വേറൊരാളും കൂടെ ഉണ്ട്, ബാർത്തോളമ്യൂ. മേലെ ബോൺ ക്ലേ. ട്രൂ. എനിക്കത് പക്ഷേ മിക്കവരും നമ്മളെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ മിക്കവരും ഫസ്റ്റ് പറയാ സോറോ ആയിരിക്കും എന്ന് തോന്നുന്നു. സോറോ ആയിരിക്കും ആൾക്കാർ കൂടുതൽ പറയുന്നത്. ആൾക്കാർ കൂടുതൽ ലൈക്ക് അവര് തമ്മിലുള്ള ആ ഒരു
ഡൈനാമിക് ബാക്കിയുള്ള ക്യാരക്ടേഴ്സിനെ കാട്ടി ഹൈ ആയിട്ട്. അല്ല അങ്ങനാണെങ്കിൽ ഉസപ്പും ലൂഫിയും ചോപ്പറും കൂടിയുള്ള ഒരു ഡൈനാമിക് ഉണ്ട് അറിയോ? അവരാണ് ഫ്രണ്ട്സ് എന്നുള്ളത്, നമ്മൾ പറയുന്ന ഫ്രണ്ട്സ് എന്നുള്ള ഇതുണ്ടല്ലോ, അതിനകത്ത് കൂടുതൽ വൈബ് ചില്ലൗട്ട് ചെയ്യുന്ന അവരാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ഇപ്പൊ ലൂഫിയുടെ മറ്റേ മോൺസ്റ്റർ സ്ട്രെങ്തിന് വേണ്ടി മോൺസ്റ്റർ ട്രിയോ, ഗൂഫി സൈഡിന് വേണ്ടി ഗൂഫി ട്രിയോ. ഇപ്പൊ ഇതൊരു റിയൽ ലൈഫിൽ എടുത്താണെങ്കിൽ സോറോയും ലൂഫിയും ഒരിക്കലും ഒരു ഷിപ്പിൽ പൊക്കോണ്ടിരിക്കുന്ന സമയത്ത് അവർ തമ്മിൽ സംസാരിക്കുന്നു എനിക്ക് തോന്നുന്നില്ല. എപ്പോഴും എന്തായാലും ലൂഫി ചില്ലൗട്ട് ചെയ്യുന്നത് ഇവരുമായിട്ട് തന്നെ. മീൻ പിടിച്ചാ മീൻ പിടിച്ചില്ല, അപ്പൊ വിശന്നിരിക്കാം. ഇതാണ് അവരുടെ കോൺവെർസേഷൻ. അതല്ല ഇപ്പൊ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് ഈവൻ സോറോ സാഡ് ആരും അറിയത്തില്ല, ക്യാരക്ടർ ആരും അറിയത്തില്ല. അപ്പൊ മറ്റേ എല്ലാവരുടെ അടുത്തും മറ്റേ ഭാവമൊക്കെ വെച്ച് ദേഷ്യപ്പെട്ട് നിന്നിട്ട് മാറിപ്പോയി നമുക്ക് അങ്ങനെ കാണാൻ പറ്റുന്ന എക്സ്പ്രസ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു നാമി ആയിരിക്കും. നമ്മള് കാരണം ഈ ഗിയർ 5 തൊട്ട് മുമ്പ് വരെ നമ്മൾ കണ്ടതാണ്. നാമി വാസ് മോർ ഇമോഷണലി ഡാമേജ്ഡ് അറ്റ് ദാറ്റ് പോയിന്റ്. സോ നാമി ഈസ് എ വെരി ഡാമേജ്ഡ് ക്യാരക്ടർ. അതുകൊണ്ടാണ് very insensitive way of looking at it, but okay. I'm not commenting on that. പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ലൈക്ക് എന്താ ആ ട്രോമ എനിക്ക് തോന്നുന്നു ട്രോമ കൂടുതൽ കിട്ടിയ ഒരു അതാണെങ്കിൽ എനിക്ക് ഞാൻ പറയാം നിക്കോറോബിൻ, സാഞ്ചി, അതല്ല ഞാൻ പറഞ്ഞത് അതുകൊണ്ടല്ല. ലീസി റോബിന് ആള് വേണ്ട വന്നില്ല. റോബിൻ മറ്റേ അപ് ടു ഇതായി ലൈക്ക് ഫ്രം എ സ്മോൾ ഏജ്. എത്ര വയസ്സ് വരെ? How old was she? അറൗണ്ട് 70. 8 മുതൽ ലൈക്ക് റോബിൻ അങ്ങനത്തെ ഒരു ഇത് കിട്ടി. ലൈക്ക് റോബിനെ പ്രൊട്ടക്റ്റ് ചെയ്യാവുന്നതായിരുന്നു. പക്ഷെ നാമി വേണമായിരുന്നു. അവളെ ഫുൾ ഐലൻഡിന് വേണ്ടിയിട്ടാണ് നാമി വർക്ക് ചെയ്തത്. ഇപ്പം സാഞ്ചിയുടെ ഇതാണെങ്കിൽ സാഞ്ചിക്ക് ഇവ ഉണ്ടായിരുന്നു, ബ്ലാക്ക് ലെഗ് ഉണ്ടായിരുന്നു. റെഡ് ഫുട്ട് ബ്ലാക്ക് ലെഗ് ശരിയാണല്ലോ, ഫുഡ് റെഡ് ഫുട്ട് ഉണ്ടായിരുന്നു. ലൈക്ക് they had someone to lean on. അതിന് തൊട്ട് മുമ്പ് even Nami had somebody to lean on. അവന്റെ അവിടെ നാമിക്ക് അറിഞ്ഞുകൂടായിരുന്നു ആ ഒരു ഇത് മാത്രം. ആ നാട്ടിലുള്ള ആൾക്കാരെല്ലാം അവൾക്ക് അവിടെ അറിയാന്നുള്ളത്. Rooting for her അവർക്ക് അറിയത്തില്ലായിരുന്നു. She had to take the whole major part of the whole stuff. See, അപ്പൊ ആ ട്രോമ സെക്ഷൻ ലൈക്ക് അവക്കറിയുന്നത് അതാ ഞാൻ പറയുന്നത്. മറ്റേ സ്നേഹം ഇന്ത്യയിൽ ഉണ്ടായിരുന്നേ, മറ്റേ അത് പറഞ്ഞ് എന്നെ സംബന്ധിച്ച് ആ സംഭവം അങ്ങനെയാണെങ്കിൽ നീ എന്തോ അതല്ലോ ലൈക്ക് അവർക്ക് പക്ഷേ അവളെ ഐലൻഡിലുള്ളവരോട് ഇഷ്ടം ഉണ്ടായിരുന്നു. പക്ഷെ അവക്ക് ആ ലൂപ്പിലായി കേട്ടാ. ഇപ്പൊ എക്സ്പ്രസ് ചെയ്തില്ലെന്നാ ഞാൻ ഉദ്ദേശിച്ചത്. ബ്രൂക്കിന്റെ കഥയല്ലേ പറഞ്ഞോണ്ട് ബ്രൂക്ക് ആലോചിച്ചു. റംബാർ പൈറേറ്റ്സിന്റെ അവസാനം ആദ്യം ക്യാപ്റ്റൻ മറ്റേ ചാവാറായപ്പോഴത്തേക്ക് ക്യാപ്റ്റൻ അവരുടെ തിറക്കി വിട്ട്, എന്നിട്ട് നീയാണ് ക്യാപ്റ്റൻ, നീ എല്ലാവരെയും നോക്കണമെന്ന് പറഞ്ഞ് റെസ്പോൺസിബിൾ ആയിട്ട് നിന്നപ്പോഴത്തേക്ക് എല്ലാണോ തട്ടിപ്പോയി. അവസാനം പാടിക്കൊണ്ടിരുന്നപ്പോഴാണ് ഓരോരുത്തരും മരിച്ചു വീഴുന്നത് ബാക്കിൽ. ഓരോരുത്തരും ഓരോ ഇൻസ്ട്രുമെന്റ് യൂസ് ചെയ്യുമ്പോൾ ഓരോ ഇൻസ്ട്രുമെന്റ് സൗണ്ടാണ് നിൽക്കുന്നത്. ഇവൻ നോക്കുന്നില്ല ആരെയും. ആ ഇൻസ്ട്രുമെന്റ് സൗണ്ട് നിൽക്കുമ്പോൾ അവനറിയാം ഓരോരുത്തർ ആരൊക്കെയാണ് മരിച്ചു വീണുകൊണ്ടിരിക്കുന്നത്. കാരണം ഒരു വയലിൻ വായിക്കുന്ന ഒരാൾ ഇവിടുന്ന് ഒരു വയലിന്റെ സൗണ്ട് നിന്ന് അപ്പോഴും മനസ്സിലായി ആള് പോയി, അടുത്ത ആള് പോയി, അടുത്ത ബാക്കിൽ കോറസ് വായിക്കുന്ന അവര് മരിച്ചു. ഇങ്ങനെ അവൻ നോക്കുന്നില്ല, അവൻ ആ പിയാനോടെ ഫ്രണ്ട് ഇരിക്കുക. സോ ആ ഒരു അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ കണ്ടതെന്ന് വെച്ചാൽ വൺ ഓഫ് ദ സാഡസ്റ്റ് സ്റ്റോറി ഒന്നാണ്. അതും അവരുടെ വെരി ഇമോഷണൽ അല്ല, എന്നാലും അവരുടെ വേറൊരുണ്ട്. അവരുടെ കോർപ്സിന്റെ കൂടെയാണ് 40 വർഷം താമസിക്കുന്നത്. അവരുടെ കോർപ്സ് മരിച്ച ആ ഷിപ്പിന് ശവത്തിന്റെ കൂടെയാണ് ഇവര് ബാക്കി 40 വർഷം ജീവിക്കുന്നത്. ഒരു ഏജിന്റെ ഇതും കൂടെയാണ് ഞാൻ ആഡ് ഓൺ ഫാക്ടർ ആയിട്ട് കൂട്ടി പറഞ്ഞു. നാമിയാണ് കുറച്ചുകൂടെ ട്രോമ ലെവൽ ഹൈ എന്നുള്ളത്. അങ്ങനെ ആക്ച്വലി കമ്പയർ ചെയ്യാൻ പറ്റും. എന്റെ പെർസ്പെക്റ്റീവ് നാമിക്ക് സ്നേഹത്തോടെ നാമിക്ക് വേണ്ടി ജീവൻ കൊടുത്ത ഒരു അമ്മയുണ്ട്. അങ്ങനെയാണെങ്കിൽ സാഞ്ചിയുടെ തന്തയാണ് സാഞ്ചിയുടെ എടുത്തത്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും ട്രോമറ്റൈസ് ഞാൻ റോബിൻ എന്ന് പറയും. പിന്നെ ബോആ ഹാൻകോക്ക് ഉണ്ട്, ഹ്യൂമൻ ട്രാഫിക്കിങ്ങിന്റെ ഇരയായിട്ടുള്ള ആളാണ്. റോബിൻ എന്നേ പറയുള്ളൂ. കാരണം ഈ നമ്മുടെ എന്താ പറയാ ബ്രൂക്കിന്റെ ക്രൂമേൻസ് അല്ലേ മരിച്ചത്. റോബിന്റെ ഫാമിലിയാണ്. അത് മാത്രമല്ല എവരിബഡി ഷീ ന്യൂ മർഡേർഡ്. ഇവരെയൊക്കെ ലൂഫി ലിബറേറ്റ് ചെയ്തെന്നെങ്കിലും പറയാം. പക്ഷെ ഇപ്പോഴും ഫ്രാങ്കിയുടെ കാര്യം വെച്ച് നോക്ക്. അവന്റെ അച്ഛനെ കൊന്നത് അവനാണെന്നുള്ള ഇതിനകത്താണ് അവൻ ഇപ്പോഴും ജീവിക്കുന്നത്. അവൻ അച്ഛനല്ല, അവൻ അച്ഛനെ പോലെ കണ്ടുള്ള ആളിന്റെ മരണം ഇവന്റെ അങ്ങനെ ഒരു സാധനം ഇല്ല. അതാ ടോം എന്നെ പറഞ്ഞു. എന്തോ ഫ്രാങ്കിക്ക് അങ്ങനെ ഒരു സംഭവം ഇല്ല ഇപ്പോഴും. എന്തോ
ആ ഒരു ട്രോമ. അല്ല അതുകൊണ്ടല്ലായിരുന്നു അവൻ ഉണ്ടാക്കി ആ ഒരു ട്രെയിനിന്റെ ഫ്രണ്ടിൽ കയറി അവസാനം വേണ്ടി മരിക്കാൻ വേണ്ടി ഫ്രണ്ടിൽ നിന്നേക്കാ. അതെ, പക്ഷെ അതൊക്കെ കഴിഞ്ഞല്ലോ. ഹി ഓവർകെയിം ദ ട്രോമ. എന്നിട്ട് അവനാണ് 1000 സണ്ണിഗോ ബിൽഡ് ചെയ്തത്. ടോമിന്റെ ഡ്രീമിനും കൂടെ. പക്ഷെ അവൻ വാറിന് വേണ്ടി ഉപയോഗിക്കുന്ന ഷിപ്പുകൾ ഉണ്ടായിക്കൊണ്ടിരുന്ന അവൻ എത്രത്തോളം വാർ ബേസ്ഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സിനകത്ത് 1000 സണ്ണിൽ കൊണ്ടുവന്നിട്ടുണ്ട്? ലൂഫിക്ക് വേണ്ടി അല്ല, എത്രത്തോളം കൊണ്ടുവന്നിട്ടുണ്ട്? വളരെ കുറവാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. I think it is enough. Like for എക്സ്ട്രാ ഫിറ്റിംഗ് ചെയ്യുന്ന പാട് എല്ലാം കൂടെ ഞാൻ എന്റെ ദേഹത്ത് വെച്ച് പിടിക്കാം. ഞാൻ അവിടെ തന്നെ കപ്പലിൽ തന്നെ കാണുമല്ലോ. ജനറൽ ഫ്രാങ്കി ആകുമ്പം ഫുൾ ആർമി ഉണ്ട് അതിന്റെ അകത്ത്. ആ ജനറൽ ടാങ്ക് ഉണ്ടല്ലോ, ടാങ്ക്. അല്ല, ഞാനൊരു കാര്യം ചോട്ടാ, നമ്മുടെ മറ്റേ അല്ല ഞാൻ പറയാം, ഹോൾക്കേ ഐലൻഡിനകത്ത് ഇവന്മാരെ കൂടെയുള്ള മറ്റേ പുള്ളിക്കാരന്റെ പേരെന്തുവായിരുന്നു? മറ്റേ പെട്രോ അല്ല, ഗ്യാങ് ബീച്ചില്ലേ? ഗ്യാങ് ബീച്ചിന്റെ കപ്പണ ഗ്യാങ് ബീച്ചിന്റെ ഡബിൾ ഫ്രൂട്ട് ഫ്രാങ്കിക്ക് ഇട്ടേക്കിട്ടില്ലായിരിക്കും അല്ലേ? അവര് ഫോർട്ടായിട്ടങ്ങ് മാറും. അപ്പോഴേ തന്നെ ബിഗ് ഫ്രാങ്കി ആലോചിച്ചു നോക്ക, അവനെ തൊടാൻ പറ്റൂല. എക്യുപ്മെന്റ്സ്, ആർമർ, ഗൺസ്, ഐഡിയ ഉണ്ട് അവന് ഈ എക്യുപ്മെന്റ്സ് എങ്ങനെ ഉണ്ടാക്കണമെന്ന്. അവൻ വേണമെങ്കിൽ അകത്ത് ബസൂക്കൊക്കെ ഉണ്ടാക്കി അകത്ത് വെച്ചേക്കും. ബസൂക്ക ന്യൂക്ലിയർ ബോംബൊക്കെ ആയിരിക്കും. അൺലിമിറ്റഡ് കോള സപ്ലൈ. എന്തിനു വേണം? പിന്നെ ഒരിക്കലും മറ്റേ യൂണിറ്റ് ഒന്നും പറയാനില്ല. വേണമെങ്കിൽ ഒരു ന്യൂക്ലിയർ ബോംബാണ് അതിനകത്ത് ഉണ്ടാക്കിക്കൊണ്ട് പറയാൻ പറ്റില്ല. ഫ്രാങ്കിയാണ് സത്യം. ഇൻ ദ കേസ് ഓഫ് വേഴ്സ്റ്റ് ഇത് വരുമ്പം ലൈക്ക് ആനിമയിൽ ഏറ്റവും വേഴ്സ്റ്റ് ഫാദർ ആരാ? അത് ഒരു ചോദ്യമാണ്. പട്ടിയാക്കി അങ്ങേര് the most grossest human being in anime. പക്ഷേ ബാഡ് ഫാദർ ഫിഗർ ജർമ്മയും ജഡ്ജും ഒരു ഭയങ്കര മോശമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഏറ്റവും നല്ലത് ആരാന്ന് പറയുന്നത് എനിക്ക് എന്റെ വൈറ്റ് ബിയർഡ്. എല്ലാരും എന്റെ മക്കളാ. കടലിന്റെ അച്ഛനാണ്. അമ്മ കടലങ്ങ പിള്ളേരെ തല്ലിവിടാതെ പിള്ളേരെ. ബെസ്റ്റ് ഫാദർ ഫാദർ ഫിഗർ ഒന്നും ഇല്ല. ഫാദർ ഫിഗർ നല്ല നല്ല അച്ഛന്മാരൊന്നും ആലോചിച്ചിട്ടാരും കിട്ടുന്നില്ല. അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ നല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലീച്ചില് ഇയാളാണ്. അവന്റെ അച്ഛനാണ്. അവന്റെ അച്ഛൻ കിടിലോ അല്ല, അത് അവൻ മോൻ തല്ലുന്നെന്നും പറഞ്ഞിട്ട് അച്ഛൻ പാവമാണ്. അച്ഛൻ മറ്റേ മോൻ ആദ്യം മുതൽ ഇച്ചിഗോ എന്ന് പറഞ്ഞത് ആദ്യം മുതല് ഞാൻ പറഞ്ഞുതരാം. ബാഡ് ഫാദർ ഫിഗർ ലെജൻഡ് ഓഫ് ദോറോ ഹിയാക്കിമാറു. അല്ല, നമ്മള് ബാഡ് ഫാദർ ഫിഗർ മറ്റേ അവനെ മാത്രല്ലേ പറഞ്ഞുള്ളൂ. ഇയാളുണ്ട് പേര് ഞാൻ പറഞ്ഞു. അനിമ ഞാൻ പറയാൻ മനസ്സിലായ ഇല്ല. ലെജൻഡ് ഓഫ് ദോറോ ഹിയാക്കിമാറു കണ്ടുണ്ടോ? ഇല്ലാണ്ടില്ല. ബോഡി പാർട്സിനെ നിങ്ങളത് സാക്രിഫൈസ് ഫുഡ് സാധനം മറ്റേ ഞാൻ പെട്ടെന്ന് പേര് ക്ലിക്ക് ആയില്ല. ലെജൻഡ് ഓഫ് ദോറോ ഹിയാക്കിമാറു അതിന്റെ ആ തന്ത യൂസ്ലെസ് തന്ത. അല്ല, ഈ ബ്ലീച്ചിന്റെ കാര്യം പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അമ്മ മരിച്ചത് അവൻ കാരണമാണ്. അവനാണ് കൊന്നത് എന്നുള്ള രീതിയിലാണ് ഈ ഇച്ചിഗോ 15ാമത്തെ വയസ്സ് വരെയും പോകുന്നത്. ഇവിടെ 15ാമത്തെ വയസ്സ് റുക്കിയ വരുന്ന സമയത്ത് ഒരു ഇവൻ ഷിനിഗാമി പവർ ഇവന് കിട്ടി. റുക്കിയുടെ മേടിച്ച ഷിനിഗാമി പവറുണ്ട്. ആ ഷിനിഗാമി പവർ വെച്ചിട്ട് അവിടെ വെച്ച് ഹോളോ ആയിട്ട് ഫൈറ്റ് ചെയ്തിട്ട് ഇവന്റെ അമ്മയെ കൊന്ന ഹോളോ ആയിട്ട് ഫൈറ്റ് ചെയ്യും. ഗ്രാൻഡ് ഫിഷറുമായിട്ട് ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് അതിന് ശേഷമാണ് അച്ഛൻ വന്നിട്ട് സെർട്ട് അയാൾ സെർട്ട് വലിയ നിർത്തിയാണ് കിട്ടിയത് ആളാന്ന് പറഞ്ഞിട്ട് ആ ഒരു ദിവസം മാത്രം വലിയത്. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ ഇവർ തമ്മിലൊരു കോൺവെർസേഷൻ നടക്കും. ആ സമയത്ത് നമുക്ക് മനസ്സിലാവും ഇയാള് എത്രത്തോളം ഇവനെ കെയർ ചെയ്യുന്നുണ്ട്. ഇവൻ ചെയ്യുന്ന കാര്യങ്ങൾ, അതായത് ഇവനെ കെയർലെസ് ആയിട്ട് വിട്ടേക്കാണ് നമുക്ക് തോന്നുമ്പോൾ പോലും ഇവൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും പുള്ളിക്കാരൻ്റെ ഒരു കണ്ണുണ്ട്. പക്ഷെ പുള്ളിക്കാരൻ വളരെ സ്മൂത്ത് ആയിട്ട് ഒരു വളരെ
ഇവരെ ഒന്നും അറിയിക്കാതെ അറിയിക്കാതെ കൊണ്ടുവന്ന ഒരു ക്യാരക്ടർ കൂടിയാണ്. അത് നല്ലൊരു ഫാദർ ഫിഗർ ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഫാദർ ഫിഗർ അല്ല, ഫാദറാണ്. അങ്ങനെയാണെങ്കിൽ ഡ്രാഗണം നല്ലൊരു ഫാദർ ഫിഗർ അല്ലേ? മോൻ ജീവിച്ചിരിപ്പുണ്ടോ ചത്തോണ്ടോന്ന് പോലും ചിന്തിച്ചിട്ടില്ല. പിന്നെ അങ്ങേരില്ലായിരുന്നെങ്കിൽ ബഗ്ഗി അവനെ കൊല്ലൂലായിരുന്നു. ഇയാള് സ്മോക്കർ വേറൊരാളുണ്ട് സ്മോക്ക് ചെയ്തേന്ന് ഇൻഷ്യൽ ഡി താക്കുമി ഫുജിവാറ അച്ഛൻ. ഇനിഷ്യൽ ഡീല്. അയ്യോ അയാൾ കിടിലോ അയാള്. അങ്ങേര് പൊളി അച്ഛനാണ്. അയാൾ പറഞ്ഞേ ഉള്ളു മോനെ വെള്ളം കളയരുത് കേട്ടോ. 14 വയസ്സുള്ള പയ്യനെ പിടിച്ച് വണ്ടി ഇരുത്തിയിട്ട് മലയാളം പോലെ ടോപ്പ് കൊണ്ട് എടുത്തിട്ട് പോയി സ്പീഡിൽ സാധനം കൊണ്ടുവരണം. എനിക്ക് ഉറങ്ങാനുള്ളതാണ്, സമയമൊന്നുമില്ല. പെട്ടെന്ന് അതാണ് തന്ത, മനസ്സിലായി? ക്ലാസ് ഇവൻ ഇതൊന്നും ഡ്രൈവ് ചെയ്ത കാണാൻ പോലും പറ്റത്തില്ല. അയക്ക് അറിയാം അവൻ വിഷയമാണ്, അവൻ ഡ്രൈവ് ചെയ്തോളൂ. എന്റെ അല്ലേ മോൻ പൊളിയായി. ഓ കിടില പാതപ്പിക്കറ അത്. എനിക്കൊന്നും പറയാനില്ല. മിനാട്ടോ വെറും ഊള ഫാദറാണ്. ആലോചിച്ച് നോക്ക്, എന്റെ സിറ്റി നശിപ്പിക്കുന്ന, എന്റെ വില്ലേജ് നശിപ്പിക്കുന്ന ഒരു മോൺസ്റ്ററിന് എന്റെ മോന്റെ അകത്ത് സ്വന്തം മോന്റെ മോൻ മറ്റേ എല്ലാരെയും ദേഷ്യം ഉൾക്കൊള്ളുന്ന മറ്റേ സെൻട്രൽ ഫോക്കസ് ഫിഗർ ആവും. അപ്പൊ മറ്റേ ചെറുപ്പം മുതലേ ആൾക്കാരവനെ അതല്ല, ആ ഹേട്രഡിന്റെ അതിന്റെ പിന്നില് ഡാൻസോന്റെ കളിയാണ്. അത് കുറാമ നറൂട്ടോയിലാണ് സീൽ ചെയ്തേക്കണേ എന്നുള്ള അത് പുറത്ത് വിട്ടത് ഡാൻസോയാണ്. ഡാൻസോന്റെ കുറെ ചിറ്റ പരിപാടികൾ ഇല്ലായിരുന്നെങ്കിൽ എല്ലാം നല്ല രീതിയിൽ പോയേനെ. ആലോചിച്ച് നോക്കുമ്പോഴേ ലൈക്ക് സ്വന്തം ജനിച്ചതേ ഉള്ളൂ ആ കൊച്ചു, മറ്റേ ഇവന്റെ അച്ഛാന്ന് പോലും വിളിച്ചിട്ടില്ല. കരയണ കൊച്ചിന്റെ അടുത്ത് മോനെ മറ്റേ ഇത് കൊടുക്കുന്നതല്ല, എന്റെ സാമ്രാജ്യത്തിന്റെ താക്കോലും ഇതും നിനക്ക് തന്നു. അവിടെ മിനാറ്റോ ആലോചിക്കണ എന്താണ്, ഇപ്പോ ഓബിട്ടോ അല്ലെങ്കിൽ അന്ന് ഉച്ചിഹ മാതാര അറ്റാക്ക് ചെയ്യുന്നു, ഇന്ന് അത് പാളിപ്പോയെങ്കിൽ അവ ഇനിയും വരും. അപ്പൊ ഇനിയും ക്യൂബീനെ വെച്ചിട്ടായിരിക്കും വരണത്. അപ്പൊ ക്യൂബീന്റെ ഫുൾ പവർ പാടില്ല. അപ്പൊ എന്നാ വില്ലേജിന് ഡിഫെൻഡ് ചെയ്ത് നിൽക്കാനും എന്തേലും ഒരു സാധനം വേണം. അപ്പൊ പകുതി ഞാൻ എടുത്ത് പകുതി എന്റെ മോന് കൊടുത്തു. ഞാൻ വിചാരിക്കുന്നില്ല ഇയാളൊരു ബാഡ് ഫാദർ ആണ്. നല്ല ഫാദർ. മിനാറ്റോടെ അവസാനത്തെ മരിക്കുന്നതിന് മുമ്പ് അത് ഇപ്പോഴും ഇമോഷണലി ഭയങ്കര ഇതായിട്ടുള്ളത്. ജനിച്ച ഉടനെ കൊച്ചിനെ ബോംബ് വെച്ച് പൊട്ടിക്കാൻ പോയപ്പോഴത്തേക്ക് മിനാറ്റോ പറന്ന് തുണി വലിച്ചു കളഞ്ഞ് എടുത്തോണ്ട് പോകുന്ന അമ്മേനെ എടുത്ത് മാറ്റി സ്പോട്ടില്. ഷിക്കാക്കുനാറ ഇപ്പൊ നോക്കിയത് ഷിക്കാക്കുനാറ നൈസ് കമ്പനിയാണ്. ഓ പിന്നെ അത് നമ്മള് കഴിഞ്ഞ നരൂറ്റോ വീഡിയോക്കകത്ത് പറഞ്ഞായിരുന്നു. കാരണം നരൂറ്റോ എല്ലാരും ഒറ്റപ്പെടുത്തിയ സമയത്ത് അച്ഛൻ്റെ അടുത്ത് മോൻ ചെന്ന് ചോദിക്കും, എന്താ വെച്ചാ ഇടയ്ക്ക് നരൂറ്റോ എല്ലാവരും മാറ്റി വന്നു. അതൊന്നും നീ നോക്കണ്ട, നിനക്ക് നല്ലതാണെന്ന് തോന്നിയാ പൈ നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് അതാണ് ഷിക്കാക്കുനാറ. ആ നാറ ക്ലാൻ മൊത്തം അങ്ങനെ തന്നെ. ആ ക്ലാനെ കിടിലാണ് നാറ ക്ലാൻ. ബുദ്ധിക്ക് ബുദ്ധി, ഇച്ചിരി പവറും കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്തു അവന്മാർക്ക് വേറെ 5-6 ജുത്സും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ആകെ ഒറ്റ ജുത്സും വെച്ചോണ്ടായി കളിക്കുന്ന മൊത്തമായിട്ട്. അതൊരു ദൈവം അറിഞ്ഞു കൊടുത്താണ്. കൂടുതൽ കിട്ടിക്കഴിഞ്ഞാൽ പണിയിട്ട് തലയാണ് ഇത് മാത്രം ചെയ്താണ്. ഈ ഷാഡോ ക്ലാൻ ജുസ് മാത്രം മതി. അതും വെച്ച് മാത്രം അക്കാസ്കി അവൻ കൊന്നത് ഒറ്റയ്ക്ക്. മറ്റേ അപ്പൊ ബാക്കിയുള്ള കൂടി ഉണ്ടായിരുന്നെങ്കിൽ വേറെന്തെങ്കിലും ഒക്കെ ഫിസിക്കൽ അറ്റാക്സ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ കാണായിരുന്നു. ഈ ബാക്കിയുള്ളവർക്ക് ബാറ്റിൽ ഐക്യം ഉണ്ട്, പക്ഷെ നോർമൽ ഐക്യം കുറവാണ് നരൂറ്റോയൊക്കെ. അപ്പൊ ഇവന് ബാറ്റിൽ ഐക്യം ഉണ്ട്, നോർമൽ ഐക്യം കൂടുതലാണ്. ബാറ്റിൽ ഐക്യം എന്നൊക്കെ പറഞ്ഞ ചില്ലറ കാര്യം പ്ലാൻ ചെയ്ത് എല്ലാ മൂവും പ്ലാൻ ചെയ്തിട്ട് തട്ടിക്കളാ, ബാക്കിയൊന്നും വെച്ചേക്കണ്ട. വെറൈറ്റി സാധനമാണ്. പിന്നെ വേറെ നല്ല ഫാദർ ഫിഗേഴ്സ് ആനിമേ. പിന്നെ മിക്കതിനും മദർ ഫിഗേഴ്സ് ഇല്ലാത്തോണ്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലത്. പിന്നെ ആകെ കുശീല മാത്രം. പിന്നെ ഉള്ള ഇപ്പൊ ഈ ഇടയ്ക്ക് ഹാപ്പി ഫാമിലി എന്ന് കണ്ടത് സ്പൈ ഫാമിലി. അതാണെങ്കിൽ മാരീഡോ അല്ല, നല്ല ഫാദർ ഫിഗർ വരുന്നുണ്ട്. സക്കമോത്തോടെ ഇത് വരുമ്പോ ലൈക്ക് ഹീസ് എ വെരി ഗുഡ് ഫാദർ ഫിഗർ. ഫാമിലിക്ക് വേണ്ടി മറ്റേ ജോൺ വിക്കിന്ന് സാധാ ഒരു സ്റ്റോർ ക്ലർക്കായിട്ട് മാറുന്നൊക്കെ പറഞ്ഞ
ജോജോസിലെ ക്യാരക്ടേഴ്സ്. വേറൊരു അച്ഛനുണ്ട് കിഴില അച്ഛൻ, മാനേജർ കിം. ഓ അത് മാൻവ റീഡേഴ്സിന് സൂപ്പർ ആയിട്ട് അറിയാം. മനസ്സിലാവുന്ന മാനേജർ കിം. മാനേജർ കിം എന്ന് പറഞ്ഞാൽ ലുക്കീസ്, ഈ മാനേജർ കിം വായിച്ചിട്ടുള്ള ഒരു ലുക്കീസം വായിക്കുമ്പോൾ ഇങ്ങനെ ഒരു കോരിത്തൊരു ഇങ്ങനെ കേറി പോരും തണുപ്പ്. എന്താണെന്നറിയോ ആ ലുക്കീസ് അതിനകത്ത് മാനേജർ കിമ്മിനെ ഇങ്ങനെ കാണിക്കും. എന്റെ പൊന്നെ. അതെല്ലാം ഒരു വേൾഡിൽ നടക്കുന്നത്. വൈറൽ ഹിറ്റ്, ലുക്കിസം, ഇത് മാനേജർ കിം, ഇതെല്ലാം ഒരു വേൾഡിലാണ്. മാനേജർ കിം ഒരു സാധനമാണ്. എനിക്ക് സത്യം പറയാലോ, ഞാൻ ആനിമെ ഏതെങ്കിലും ഒരു ഇത് വെച്ചിട്ട് മാൻവ വെച്ചിട്ട് സിനിമ ഇറക്കുമെങ്കിൽ അത് മാനേജർ കിമ്മിനെ എവിടെയും വർക്ക് ചെയ്യാം. ഏത് ഇൻഡസ്ട്രിയിലും, ഹോളിവുഡ് മോളിവുഡ് എല്ലാ കൂപ്പിലും വർക്ക് ചെയ്യിക്കാം. എനിക്ക് പറഞ്ഞാൽ പൃഥ്വിരാജ്, മാനേജർ കിമ്മായിട്ട് പൃഥ്വിരാജ് ഫുൾ ഒരു അസംബ്ലി, മറ്റേ വിഷയം ഉണ്ണി മുകുന്ദൻ അങ്ങനെയൊക്കെ ഞാൻ കാസ്റ്റ് ഫുൾ സംഭവം ഫുൾ പ്ലാൻ ചെയ്ത് ലൈക്ക് പക്ക എനിക്ക് ഐഡിയ ഉണ്ടെന്ന് വെച്ചാൽ എങ്ങനെ ലൈക്ക് മലയാളത്തിന് വേണ്ടിയിട്ട് കൊണ്ടുവരും എന്നുള്ള രീതിക്ക് വരെ ഞാൻ ചിന്തിച്ചു. ലൈക്ക് അമ്മാതിരി എനിക്ക് ഭയങ്കര തോട്ട് പ്രോസസ് ചെയ്ത സാധനമാണ് മാനേജർക്ക് വിഷയം സാധനം. എനിക്ക് മാനേജർ കിമ്മിനെക്കാളും കൂടുതൽ ഇഷ്ടപ്പെട്ട ലുക്കിസോ. ലുക്കിസ് ഞാൻ വായിച്ചില്ല, നല്ല മാൻവ നമുക്ക് ചുമ്മാ വായിച്ചു മുട്ട മടിയനാണ്. എന്നെ കൊണ്ടുവരാൻ മാൻവ നല്ല കിടിലുമായിട്ടിരുന്ന് അങ്ങനെ വായിക്കാൻ പറ്റുള്ളൂ. 8 മണിക്കൂർ ജോലി ചെയ്തിട്ട് ബാക്കി സമയം കറക്റ്റായിട്ട് എടുത്തിട്ട് ഇത് വായിക്കാൻ വേണ്ടി സെറ്റാണ്. എന്റെ ജോലി കഴിഞ്ഞിട്ടുള്ള സമയത്ത് ഞാൻ ആനിമേ കാണും. അല്ല പക്ഷെ ഞാൻ കേട്ടാ ഇപ്പം ആനിമേയിൽ നമ്മൾ ഒരു എപ്പിസോഡ് കാണുന്ന സമയം ഉണ്ടെങ്കിൽ മാൻവേല ഒരു ചാപ്റ്റർ നമുക്ക് വായിച്ചു. ഒരു ചാപ്റ്റർ 10-15 ചാപ്റ്റർ വായിച്ചു. ലോങ് പാനല് 15-20 ചാപ്റ്റർ. ഞാൻ 2 ദിവസം കൊണ്ട് ഇവൻ മറ്റേ ഞാൻ ഒരു ദിവസം ഞാനും എടുത്തോളാം. ഞാൻ സോളോ ലെവലിംഗ് മറ്റേ അനിമെ ഇറങ്ങി എന്ന് പറഞ്ഞില്ലേ, അപ്പൊ ഞാൻ മറ്റേ ഇംഗ്ലീഷിനെ ഫൈറ്റ് വരെ കണ്ടെടുത്തിയല്ലോ. അപ്പൊ എനിക്ക് ഫുള്ള് റീറീഡ് ചെയ്യണം. 2 ദിവസം റീറീഡ് ചെയ്ത് തീർത്ത് ടപ്പന തീരും, പെട്ടെന്ന് തീരും. 500 ഇതുണ്ട്, അത് കുഴപ്പമൊന്നുമില്ല. ഒരു ഫ്ലോയിൽ എങ്ങനെ തീർന്നോ, പെട്ടെന്ന് കണ്ണടച്ച് തുറന്ന് തീർത്ത ഒരു മാങ്ങ ഡീമൺ സ്ലെയർ ആണ്. അത് പിന്നെ അത്രേ ഉള്ളു വായിച്ചേർക്കാൻ. ഡീമൺ സ്ലെയർ എന്തുവാ ഒരു ഫ്ലോയിൽ എന്നെ ഇത്തിരി ഇരുത്തി വായിപ്പിച്ചത് ഫയർഫോഴ്സ് ആണ്. ഒരു പോയിന്റ് ആയപ്പോഴത്തേക്ക് ഇതെന്താണ് ഇവിടെ നടക്കണെന്നുള്ളൊരു സാധനം. ഫയർഫോഴ്സ് ഭയങ്കര അൺഎക്സ്പെക്ടഡ് ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഉള്ള. എനിക്ക് തലറങ്ങിപ്പോയി JJKയുടെ മാങ്ങ കഴിച്ചിട്ടുള്ള കാര്യം പറയാലോ. കുറച്ചു നേരം കൊണ്ട് സത്യം പറഞ്ഞാൽ എന്റെ IQ ലെവൽ കൂടിയെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമ്മൾ കുത്തും വരയും കുറിയും മാത്രം കണ്ട് നമ്മള് ക്യാരക്ടറെ എങ്ങനെ മനസ്സിലാക്കി അവരെന്താ മനസ്സിൽ ഉദ്ദേശിക്കുന്നതൊക്കെ ഗഗയുടെ മൈൻഡിൽ കൂടെ നമ്മളിങ്ങനെ കടന്നു. എടാ മറ്റേ കവിതയ്ക്ക് ഇത് നമ്മൾ ചെയ്യൂലായിരുന്നു, ടീച്ചർമാർ ആസ്വാദനം എഴുതുന്നതാണ്, ആസ്വാദന ടിപ്പണി എഴുതുന്നതാണ്. കവി ഉദ്ദേശിച്ചത് ഇതാണെന്ന് തോന്നുന്നു. ഓ വമ്പൻ സാധനമാണ് കവി ഉദ്ദേശിച്ചിരുന്നത്. ചിലപ്പോ അതൊന്നും ആയിരിക്കില്ലെങ്കിൽ ഉദ്ദേശിച്ചത്. തോഴ സിനിമ തമിഴ്, അതിനകത്ത് മറ്റേ പടം വരയ്ക്കുന്നത് കണ്ടിട്ട് റീമേക്കാണ്. ഫ്രഞ്ച് സിനിമ ആക്ച്വലി ഭയങ്കര രസമാണ്. തമന്നയുടെ ക്യാരക്ടർ ആക്ച്വലി ലെസ്ബിയനാണ്. ഇതേപോലെ വൃത്തി ചെയ്തിട്ട് ഫ്രഞ്ച് സിനിമയുടെ കോപ്പി അടിയാണ് തോഴ സിനിമ. അത് അതല്ല മറ്റേ ഭയങ്കര ഒരു ബ്ലാക്ക് ഇത്. പിന്നെ കെവിൻ ഹാർട്ടിനെ വെച്ച് ഇംഗ്ലീഷ് ഫ്രഞ്ചാണ് ഞാൻ കണ്ടത്. ഫ്രഞ്ച് കണ്ടത് ഭയങ്കര രസമാണ്. മറ്റേ മസാജ് ചെയ്യാനൊക്കെ കൊണ്ടും. അപ്പൊ അവന് വേറെ സെൻസേഷൻ ഒന്നും ഇല്ലല്ലോ, ചെവിയിൽ മാത്രമായിട്ട് മസാജ് ചെയ്യണ ഇതൊക്കെ ഉണ്ടല്ലേ, ഭയങ്കര രസമാണ്. എനിക്ക് തോന്നുന്നു ബോയ്സ് പോലെ ഒരു കുറച്ചുകൂടെ ഗോറി ആയിട്ടൊരു സാധനം ആനിമെ വരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എന്ത് പറയുന്നു? ജോൺ വിക്ക് വരുന്നുണ്ട്. വരുന്നുണ്ടെന്ന് ഞങ്ങൾ തന്നെ ഒരു 50 എപ്പിസോഡിന് മുമ്പേ പറഞ്ഞതുപോലെ എനിക്ക് തോന്നുന്നു. പക്ഷെ ഇതുവരെ 52 വീഡിയോസ് എല്ലാ 52 വീഡിയോയും കണ്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് കമന്റ് ഡൗൺ. സ്പെഷ്യൽ ഗിഫ്റ്റ് സ്പോൺസർഡ് ബൈ ജുബൈർ ഖാൻ. കിട്ടിയിട്ടിരുന്നാ 52 വീഡിയോ കണ്ടെന്നുള്ളത്. 52 വീഡിയോ നമ്മൾ ഇറക്കി. ഇൻക്ലൂഡിംഗ് ഷോർട്സ് ആണോ? ഇൻക്ലൂഡിംഗ് ഷോർട്സ് ആണ്. ഇൻക്ലൂഡിംഗ് ഷോർട്സ് 52 വീഡിയോ. ബിരിയാണിയുടെ അച്ചാറ് പോലും ഞാൻ ആർക്കും കൊടുക്കാറില്ല. പോട്ടെ, ബിരിയാണി ഞാൻ മേടിച്ചു തരാം. 1 രൂപയുടെ അച്ചാറ് മേടിച്ചു തരും. അത് കുഴപ്പമില്ല.
ബിരിയാണി മേടിച്ചു തരുന്നതാണ്. ഓക്കെ, 52 വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. 52 വീഡിയോ. എന്തായാലും ഇത് ഇറങ്ങുമ്പോഴത്തേക്ക് ആദ്യം കരുണായിരിക്കും വിളിക്കണേ എന്റെ ബിരിയാണി സത്യം കേട്ടാ, സത്യം അവനാണ് എല്ലാം കണ്ടല്ല. കരുണിനെ എക്സ്ക്ലൂഡ് ചെയ്തുകൊണ്ട് കരുൺ നമ്മുടെ കമ്മ്യൂണിറ്റിയിലെ 29 അസൈൻമെന്റിലെ ആൾക്കാരൊഴിച്ച് ബാക്കി ആരും നമ്മളെ 30 വീഡിയോ ഇറങ്ങിയിട്ടുണ്ട്. ലോങ് ഫോം വീഡിയോ 30 ഇറങ്ങിയിട്ടുണ്ട്. ബാക്കി ഷോർട്സാ. അപ്പൊ ലോങ് ഫോം 30 എണ്ണം കണ്ടവർ താഴെ കമന്റ് ചെയ്യും. യെസ്, താഴെ കമന്റ് ചെയ്യുക. അസൈൻമെന്റിലെ ആൾക്കാർ ഇഷ്ടം പോലെ നമ്മളെ പിള്ളേർക്ക് ജ്യൂസ് ടോക്കിംഗ് പോയിന്റ്സിന് ഒരു കുഴപ്പമില്ല. നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് ഇഷ്ടം പോലെ കാര്യങ്ങളുണ്ട്. ഇപ്പം ന്യൂ ജെൻ 3 എന്ന് പറഞ്ഞ സംഭവം ഉണ്ടെങ്കിൽ, മറ്റേ ന്യൂ ബിഗ് 3 ന്യൂ ജെൻ ബിഗ് 3 എന്ന് പറഞ്ഞ സംഭവം ഉണ്ടെങ്കിൽ ഏതൊക്കെ ആനിമെ ഉൾപ്പെടുത്തും? ഒരു 3 ആനിമെ പേഴ്സണലി ഓർ ഓൺ പോപ്പുലർ ബേസിസ്? പേഴ്സണലി നമുക്ക് ഓൺ പോപ്പുലർ അങ്ങനെ പറഞ്ഞിട്ട് പറയാൻ പറ്റില്ല. ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളില്ല. അപ്പോൾ നമ്മളെ അഭിപ്രായം പറയുന്നതായിരിക്കും നല്ലത്. ഉണ്ട് JJK ബിഗ് 3, പുതിയ ബിഗ് 3 പുതിയ ബിഗ് 3 JJK ഇൻക്ലൂഡ് ചെയ്യാൻ. ഓൾഡ് ബിഗ് 3 എങ്ങനെ തെരഞ്ഞെടുത്തത്? കൂടുതൽ സെയിൽസ് കാര്യങ്ങൾ ഈസി സംഭവം എന്ന് പറഞ്ഞാൽ JJK ഡീമൺ സ്ലേയർ. പക്ഷെ നമ്മളിവിടെ അത് ഉൾപ്പെടുത്താതെ അതിന്റെ കണ്ടന്റിന്റെ വയസ്സിനകത്ത് നമുക്ക് നോക്കാം. അതല്ലേ നല്ലത്. വളരെ നല്ലൊരു നമ്മളിപ്പോ ഏറ്റവും കൂടുതൽ വിറ്റ് പോയി ആൾക്കാർ ഏറ്റവും കൂടുതൽ കോസ്പ്ലേ ചെയ്തൊന്നും നമുക്കറിയേണ്ട കാര്യമില്ല. നല്ല കോണ്ടന്റ് ഏതെന്ന് ചോദിച്ചാൽ അത് വെച്ച് പറയാം. Okay, very very interesting take. Year, ഏത് ഇയർ? ഫ്രം ഒരു 2018-20 മുതൽ ഇങ്ങോട്ട് ഉള്ളത് നോക്കി. 2015 എടുത്ത് നോക്കാം. സോ നല്ല കോണ്ടന്റ്, നല്ല കോണ്ടന്റ്. ന്യൂ ബിഗ് 3 ബ്ലാക്ക് ക്ലോവർ. താങ്ക് യു. ഇത്രയും കംപ്ലീറ്റ് ആയിട്ടുള്ള പിന്നെ വേറൊരു പുതിയ സാധനം ഉണ്ട്. ഇത്രയും കോണ്ടന്റ്, പുതിയൊരു ടൈപ്പ് ഓഫ് കോണ്ടന്റ് ഡിസ്കഷൻ കാര്യങ്ങൾ എന്നുള്ള രീതിയിൽ ബ്ലാക്ക് ക്ലോവർ ഹാസ് ഇറ്റ്സ് ഓൺ സ്പോട്ട്. കോണ്ടന്റ് റെലവൻസ് ആണ് നോക്കുന്നത്. മൊത്തത്തിൽ നമുക്ക് നോക്കാം. കൾച്ചറൽ ഇമ്പാക്ട് ഇസ് ഹ്യൂജ്. ഡീമൺ സ്ലെയറിന്റെ കൾച്ചറൽ ഇമ്പാക്ട് ഇസ് ഹ്യൂജ്. ആനിമേഷനിലെ ആൾക്കാർക്ക് ഒരു ത്രോട്ട് പ്രസ് കൊടുത്തു, ഇങ്ങനൊന്നും ഇറക്കിയിട്ട് കാര്യമില്ല, ഇതിനേക്കാളും നല്ല ആനിമേഷൻ കൊണ്ടുവരണം. അനിമേഷൻ കിക്ക് സ്റ്റാർട്ട്, അനിമേ ട്രെൻഡ് കിക്ക് സ്റ്റാർട്ട് ചെയ്തു, വിച്ച് ഇസ് എ ഹ്യൂജ് തിങ്. അതുകൊണ്ട് പിന്നെ പിന്നെ JJK ഉള്ളൂ എന്നുള്ളത്. അടിയോ ഇത് അടിയുമോ എനിക്ക് എൻഡിങ് പിടിച്ചിട്ടില്ല. മാങ്ക ഏകദേശം തീർന്നു. എപ്പിസോഡ് എപ്പിലോഗ് എനിക്ക് പിടിച്ചില്ല. ലെജൻഡറി നമുക്ക് നമ്മുടെ കയ്യിൽ ലെജൻഡറി 1 DBC അല്ലെങ്കിൽ DB എന്നിട്ട് ബിഗ് 3. DB ബിഗ് 3. അപ്പൊ ഇവിടെ ആ ബിഗ് 3ക്ക് മുമ്പുള്ള ആളാരാണ്? അങ്ങനല്ല, അതിന് ആവശ്യമില്ലല്ലോ. DB എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഞാൻ പറയും വില്ലാൻ സാഗ. ഇറങ്ങിയില്ലല്ലോ ടൈം ഫ്രെയിം. ഞാൻ പറഞ്ഞു ഷോണൻ ബിഗ് 3 പിടിക്കുമ്പോൾ ഒരു ലെജൻഡറി സ്റ്റാറ്റസ് ഉള്ള അങ്ങനെ ഒരു സാധനം ഇല്ല. ഇല്ല. കാരണം നമുക്കത് എനിക്ക് ഒന്ന് അറ്റാക്കാണ്ടായിരുന്നൊക്കെ അങ്ങനെ ഒരു കാരണം പറഞ്ഞാൽ നല്ല സ്റ്റോറി ലൈൻ ഉണ്ട്, നല്ല പ്ലോട്ട് ഉണ്ട്, നല്ല രീതിയിൽ ആൾക്കാരെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്, ഒരുപാട് സെയിൽസ് നടത്തിയിട്ടുണ്ട്. അങ്ങനെ എല്ലാ കാര്യത്തിലും അതൊരു അതിൻ്റെതായ മാർക്ക് അത് മെറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഇപ്പൊ എനിക്ക് അത് ഇഷ്ടമല്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ നമ്മളെ പേഴ്സണൽ ഒപ്പീനിയൻസിനകത്ത് വരുന്നതാണ്. പക്ഷെ സ്റ്റിൽ ഇറ്റ് പ്രൂവ്ഡ്. ഇനി മാഷിൽ ആരെങ്കിലും എടുത്തിടോ. ഇവിടെ ആരും ചോദിച്ചില്ല. അവിയല് ഞങ്ങൾക്ക് വേണ്ട. ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റുമോ? പുതിയ സാധനം പറഞ്ഞ ബ്ലാക്ക് ക്ലോവർ, ഡീമൺ സ്ലെയർ, AOT ഏതെങ്കിലും വേറെ ഡിഫേർഡ് ഏതെങ്കിലും ഒരു something that you think is, you know, what ഞാൻ മാറ്റിയാണെങ്കിൽ വേറെ ഒന്നും ഐ ഡോണ്ട് തിങ്ക് സോ. വേറെ കൊള്ളാവുന്ന ഒന്നും വന്നിട്ടില്ല.
മുമ്പത്തെ പോലത്തെ അങ്ങനെ ലെജൻഡറി സ്റ്റാറ്റസ് സാധനങ്ങളൊന്നും പുതിയ ഡേ ആൻഡ് ഏജിൽ അങ്ങനെ പറയുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ ഫസ്റ്റത്തെ കമന്റ് നമ്മൾ മറ്റേ ഗോൾഡൻ ഏജ് ഓഫ് ആനിമേ ഈസ് ഓവർ എന്നുള്ള കമന്റ് നമ്മൾ റീവിസിറ്റ് ചെയ്യേണ്ടി വരും. ഇല്ലേ? കാരണം നമുക്ക് ഇപ്പം പറയാൻ ഒരു ഇതില്ല എന്തുകൊണ്ട്. പക്ഷെ ഈ ചിലപ്പം ഈ ഇറങ്ങിയ ഓർമ്മ കിട്ടാത്തതിന്റെ ആയിരിക്കും ചിലപ്പം. അങ്ങനെയല്ലല്ലോ അന്ന് ലൈക്ക് ഇപ്പൊ ലൈക്ക് there's a lot of thing going on right now. We have a lot of things to choose from. Yeah. We have a lot of options. കോണ്ടന്റ്സിന്റെ എണ്ണം കൂടി. പണ്ട് ഇത്ര ഉണ്ടായിരുന്നത് ഇപ്പൊ എത്ര അങ്ങോട്ട് കടക്കുവാണ്. ഒരുപാടുണ്ടടാ, അതുകൊണ്ടാ. അതും കാര്യമുണ്ട്, ഇല്ലാതെ ഞാൻ പറയുന്നില്ല. ബട്ട് സ്റ്റിൽ ഐ തിങ്ക് എനിക്ക് തന്നെ ഇപ്പൊ ഈ ഒരു ഇപ്പൊ ജോൺറയും കാറ്റഗറി അനുസരിച്ച് we have a lot of options to choose. ഐ തിങ്ക് ഹയാവോ മിയാസാക്കി റിയലി സെഡ് ദ ട്രൂത്ത്. വേറൊരു ഐറ്റം നമ്മൾ എക്സ്പ്ലോർ ചെയ്യാത്തൊന്നുണ്ടായിരുന്നു, ടോക്കിയോ റിവെഞ്ചേഴ്സ്. Yeah, it has a sport actually. Yeah. It definitely has a sport. Okay. ടോക്കിയോ റിവെഞ്ചേഴ്സ്. കാരണം എനിക്ക് ടോക്കിയോ റിവെഞ്ചേഴ്സിന്റെ ആ മറ്റേ ഇത് ഭയങ്കര ഇഷ്ടമാണ്, ഓപ്പണിംഗ് സോങ്. ഓപ്പണിംഗ് സോങ് ലൈക്ക് ഭയങ്കര രസമുള്ള ഒരു സംഭവമാണ് ആ പാട്ട്. ലൈക്ക് Tokyo Revengers as an anime, where how would you place it? അല്ലെങ്കിൽ like what significance? അതിന്റെ ക്രിസ്മസിന്റെ ആ സാധനം കൊണ്ട് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഫുള്ള് വായിച്ചു തീർത്തയാളാം. ടോക്കിയോ റിവെഞ്ചേഴ്സ് മാങ്ക ഫുള്ള് തീർത്തയാളാം. കംപ്ലീറ്റ് ആയ മാങ്ക. മാങ്ക കംപ്ലീറ്റ് ആയിട്ട് ഒരു വർഷത്തിൽ കൂടുതൽ ഞാൻ ഫുള്ള് കണ്ടായിരുന്നു. ലൈക്ക് ഉണ്ട്. അതിലൊരു ഇതുണ്ട്, എനിക്ക് ബ്രഹ്മ എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രൂപ്പ് വന്നതിന് ശേഷമാണ്. നീ ഒരു ഓവറോൾ സാധനം നീ അതിന്റെ ലൈക്ക് എന്താ പറയാ, ഭയങ്കര ഇമോഷണലി കണക്ട് ആവും. കുറച്ച് ത്രില്ലിങ്ങും കൂടിയാണ്. ത്രില്ലിംഗ് ആണ്. ലൈക്ക് നമുക്ക് മറ്റേ ഇവന് മറ്റേ ഇടി കൊള്ളാൻ മാത്രമേ പറ്റുള്ളൂ, പക്ഷെ എന്നാലും അവൻ മറ്റേ പഞ്ചാബ് ബാഗിന്ന് സംഭവം എന്ന് പറഞ്ഞാലേ വായിച്ചു നമ്മളൊരു പാനൽ വായിക്കുമ്പോൾ അടുത്ത പാനൽ വായിക്കാൻ നമുക്ക് തന്നെ ഒരു തോന്നും. അതാണ് ടോക്കിയോ റിവെഞ്ചേഴ്സിന്റെ ഒരു ഗുണം എനിക്ക് തോന്നിയത്. സിംപ്ലി അങ്ങനെ പറയാം, ടോക്കിയോ റിവെഞ്ചേഴ്സ് കൊള്ളാം. നല്ല ഈ പറഞ്ഞ നമ്മളൊരു സ്പോട്ടിൽ ആഡ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പൊ ഇതിനൊരു കണ്ടന്റർ നമുക്ക് കൂട്ടാൻ പറ്റുന്നു. ടോക്കിയോ ഇതിന്റെ റൈറ്റർ ആക്ച്വലി ഇതുപോലത്തെ ഒരു ഗ്യാങ്ങിന്റെ പാട്ടായിരുന്നു. യൂണിഫോം തന്നെയാണല്ലോ ഇത്. സംഭവം എന്താണെന്ന് അറിയാമെങ്കിലല്ലേ നമുക്ക് മറ്റേ എഴുതാൻ പറ്റുമോ. വേറെ ഏതെങ്കിലും ആഡ് ചെയ്യുന്നുണ്ട് ബിഗ് ത്രീക്കകത്ത്? ബിഗ് ത്രീക്കകത്ത് ടോക്കിയോ റിവെഞ്ചേഴ്സ് ആഡ് ചെയ്യുന്നുണ്ടോ? ഓർ ഡിഡ് യു വാണ്ട് ടു ഹാവ് ദ സ്പെഷ്യൽ മെൻഷൻ? സ്പെഷ്യൽ മെൻഷൻ ഒന്നുമില്ല. ഈ മൂന്നെണ്ണത്തിനകത്ത് ഒരു വേറെ ഏതെങ്കിലും മാറ്റാൻ പറ്റും ഉണ്ടോ? ബ്ലാക്ക് ക്ലോവർ, ഡീമൺ സ്ലേയർ. വൺ പഞ്ച് മാൻ. വൺ പഞ്ച് മാൻ ഈസ് ആക്ച്വലി സെയിനാണ്. വൺ പഞ്ച് മാൻ ഈസ് ആക്ച്വലി സെയിനാണ്. വൺ പഞ്ച് മാൻ ഈ പറഞ്ഞ പാരഡി എന്ന് പറഞ്ഞിട്ടൊക്കെ വരുന്നവന്മാരുണ്ടല്ലേ, മറ്റേ അടുത്ത കൊണ്ട് സീരീസ് അങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ നിന്ന് കിളി പറഞ്ഞിരിക്കും. അപ്പോഴാണ് ഇറങ്ങട്ടെ പവർ വരട്ടെ. എങ്ങനെയാണ് ഞാൻ പറഞ്ഞത്, ഡീമൺ സ്ലേയർ മാറ്റിയിട്ട് ഞാൻ വേണമെങ്കിൽ ടോക്കിയോ റിവെഞ്ചേഴ്സ് ആഡ് ചെയ്യും. ഡീമൺ സ്ലേയർ മാറ്റിയിട്ട് എനിക്ക് കുറച്ചുകൂടെ ഡീമൺ സ്ലേയറിനെ കാട്ടി എനിക്ക് ഇഷ്ടം തോന്നിയത് ടോക്കിയോ റിവെഞ്ചേഴ്സിനോടാണ്. മൈ പേഴ്സണൽ അതല്ലേ പറഞ്ഞില്ലേ, ഞാൻ എപ്പോഴും വില്ലാൻ സാഗയല്ലേ ആഡ് ചെയ്തു. നമ്മൾ ടൈം ഫ്രെയിം പറഞ്ഞില്ലേ 2018 അടുത്തത്. ഗൈസ് എല്ലാരും പോയി, കംപ്ലീറ്റ്ലി. അപ്പോഴേ ടോക്കിയോ റിവെഞ്ചേഴ്സിനെ ആഡ് ചെയ്തു കുറച്ചുകൂടെ. കൾച്ചറൽ ഇമ്പോർട്ടൻസ്, ഒന്ന് കൾച്ചറൽ ഇമ്പോർട്ടൻസ്, രണ്ട് മറ്റേ അനിമേഷൻ സ്റ്റൈൽ, സ്റ്റോറി ടെല്ലിംഗ്. സ്റ്റോറി ഈസ് വേ 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 ബെറ്റർ ദാൻ ഡീമൺ സ്ലെയർ. അത് ട്രൂ, അതായിരിക്കും. ടോക്കിയോ റിവെഞ്ചേഴ്സ് സ്റ്റോറി ഈസ് വേ ബെറ്റർ ദാൻ ഡീമൺ സ്ലെയർ, ഐ അഗ്രി. പക്ഷേ രണ്ടും ഒന്ന് മറ്റേ എന്താ പറയാ, അവിടെ നമ്മള് മറ്റേ നമ്മൾ ഫാന്റസി വേൾഡ് കോണ്ടന്റ് ബേസ്ഡ് ആണ് നമ്മൾ എടുക്കുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവിടെ നമ്മൾ പോപ്പുലാരിറ്റി വേഴ്സസ് കോണ്ടന്റ് ആണ് നമ്മളിപ്പോ സംസാരിച്ചോണ്ടിരിക്കുന്നത്. പറഞ്ഞ പോപ്പുലാരിറ്റി ടോക്കിയോ റിവെഞ്ചേഴ്സ് മേക്ക് സെൻസ്. ഐ ആം സോറി, ടോക്കിയോ റിവെഞ്ചേഴ്സ് മേക്ക് സെൻസ്. ആ ഒരു ഇതാണ് എടുത്തോണ്ടിരിക്കുന്നത്. ഇപ്പൊ കോണ്ടന്റിലാണ് നമ്മൾ ഈ ഒരു സാധനം ആഡ് ചെയ്തത്. ഇതുവരെ നമ്മൾ ആഡ് ചെയ്തെന്ന് പറഞ്ഞാൽ അത് ആഡ് ചെയ്യാൻ കാരണം തന്നെ അതൊരു ഒരു ബൂം ഉണ്ടാക്കി ആനിമെ ഇതിനകത്ത്. ഇത്രയും ആനിമേഷൻ എന്ന് പറയുന്ന ഒരു മൈൽ സ്റ്റോൺ അവിടെ അല്ല, ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്തു. സോ ലൈക്ക് ബാക്കി അനിമേസ് എല്ലാം കൂടെ വലിയ അവിടെ എത്താൻ നോക്കുവാണ്. അതുകൊണ്ടാണ് നമ്മൾ ഡീമൺ സ്ലെയറിനെ അവിടെ ആഡ് ചെയ്തത്. പക്ഷെ ഇപ്പം ഒരു കോണ്ടന്റ് ബേസ്ഡ് ആയിട്ടുള്ള സാധനമാണ്. അങ്ങനെയാണെങ്കിൽ അത് നല്ലൊരു കോണ്ടന്റ് ആണ്. വെരി വാലിഡ് പോയിന്റ്.
എന്ത് ചെയ്യാൻ. സോ അത് ഭയങ്കര ഒരു ഇതുള്ള. ഓക്കെ, ഡംബസ്റ്റ് MC. There's the biggest longest. Start from the side. ആരായിരിക്കും? Golden boy. Golden boy. ഗോൾഡൻ ബോയ്, ഗോകു. ആ ഗോകു. ഞാൻ എൻ്റെ മൈൻഡിലുള്ള ക്യാരക്ടർ ഗോകു ആണ്. പുള്ളിക്കാരന് ഗോഹനെ കിട്ടിയെന്ന് പറഞ്ഞപ്പോ അതിനൊരു അതിശയമായിരുന്നു. അതായിരുന്നു ഗോകുലെ കോമഡി. അതാ പറഞ്ഞേ, അതുകൊണ്ട് ഞാൻ പറഞ്ഞേ ഡംബസ്റ്റ് MC എന്ന് പറഞ്ഞാൽ എനിക്ക് ഫസ്റ്റ് വരുന്നത് ഗോകു ആണ്. ആ ഒരു ചോദ്യം ഉണ്ട്, ഓർമ്മ ഉണ്ടാ? മനസ്സിലായി? ആനിമേ ദൈവങ്ങളെ, എല്ലാ കണ്ടന്റും ഇങ്ങനെ പോകുന്നതിൽ ഞങ്ങൾക്ക് സങ്കടമുണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാ? ഒരു എപ്പിസോഡ് കഴിഞ്ഞ എപ്പിസോഡിൽ സാറിന്റെ എന്തായിരുന്നു? ഞങ്ങൾ ആരെങ്കിലും ഇത് പറയുന്നുണ്ട് ഇതിന് തൊട്ട് മുമ്പത്തെ എപ്പിസോഡ് കണ്ടു മനസ്സിലാവും സാറിന്റെ മനസ്സിൽ. ഉണ്ടാക്കിയേക്കുന്നത് ഇവനാണ്. എല്ലാവർക്കും ഓരോ തോർത്തുമുണ്ട്, കാർപ്പിനായിരുന്നു. ആർക്കാ തോർത്തുമുണ്ട് കൊടുക്കാൻ പറഞ്ഞ ആളാണ് ഈ ഇരിക്കുന്നത്. അതുകൊണ്ട് നിനക്കുള്ള വോയിസ് ഇല്ല. ഞാനൊന്നും പറയുന്നില്ല. ഓക്കെ, അപ്പൊ ഡംബസ്റ്റ് MC എല്ലാരും അംഗീകരിക്കുന്നു ഗോകു. ഗോകു മാൻവേ പോയി കഴിഞ്ഞാലൊക്കെ വേറെ ഉണ്ട്. ഞാൻ കുറച്ചും കൂടി നമുക്ക് നമുക്കിപ്പം ആനിമേ മാത്രം പിടിക്കാം. ഗോകു അല്ലാണ്ട് വേറൊരു ഒരു ക്യാരക്ടറും എന്റെ മൈൻഡിലോട്ട് വരുന്നില്ല. വെറും മണ്ടൻ പൊട്ടൻ. അപമാനിക്കരുത്, ഫാൻഡം നിന്നെ കത്തിക്കും. കത്തിക്കണമെങ്കിൽ എന്തിനെല്ലാം എന്റെ മണ്ടലോട്ട് കത്തിയിരുന്ന ഇഷ്ടംമാരി ഇരിപ്പുണ്ട്. ഇവൻ പറഞ്ഞു ഡ്രാഗൺ ബോൾ ഹേറ്റർ ഇവനാന്ന് പറഞ്ഞു. എല്ലാരും ഉൾപ്പെടും. പറഞ്ഞിട്ട് ഞാൻ ഗോകുനെ കയറി നുള്ളി കണക്കായി പറയുന്നത്. അല്ലേ, ഡംബസ്റ്റ് MCക്ക് വേറെ കാൻഡിഡേറ്റ്സ് കോമ്പറ്റീഷൻ പോലും ഇല്ല. കോമ്പറ്റീഷൻ വേറെ ആരുണ്ട്? പക്ഷേ ഡംബ് എന്നുള്ള രീതിയല്ലല്ലോ ലൂഫിക്ക്. പിന്നെയും ലൂഫി എല്ലാം കളിയാണ്. ഗോകുനെ വെച്ച് നോക്കുകയാണെങ്കിൽ ലൂഫിക്ക് പിന്നെയും ഉണ്ട്. കാരണം ലൂഫി ആവശ്യമുള്ള സമയത്ത് അവൻ സീരിയസ് ആയിട്ട് ഇപ്പം വിവിയായിട്ടുള്ള സംസാരത്തിനിടയ്ക്ക് വിവി അടിക്കുന്ന ഓർമ്മ കേട്ടോ. ആ സമയത്ത് നമ്മളിത് പ്രതീക്ഷിക്കുന്നില്ല, പക്ഷെ അവൻ എടുത്തത് കറക്റ്റ് ടേക്കാണ് അവൻ എടുത്തേക്കുന്നത്. അതൊരു ഡംബ് ഒരായിട്ടൊരു ആളിൻ്റെ വരുമ്പോഴുള്ള ഒരു റെസ്പോൺസ് അല്ല, റിയാക്ഷൻ അല്ല. അത് കണക്ക് തന്നെ അവൻ ആൾക്കാരെ കാണുമ്പോൾ അവൻ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കും അവൻ ആ നാട്ടിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുന്നുണ്ട്. അവിടെ ആരാണ് നല്ലത് ആരാണ് ചെയ്തത് ആ ഒരു ഡിഫറൻസിയേഷൻ അവിടെ എന്ത് ചെയ്യണം എല്ലാത്തിനെ കുറിച്ചുണ്ട്. ആകെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവ റെക്ലെസ് ആണ്. ലൂഫി റെക്ലെസ് ആണ് പക്ക. അവനിപ്പം ചെന്നിട്ട് ഇപ്പം നമ്മൾ പതിയെ മൂവ് ചെയ്ത് ലോ പറയുന്നത് വി ഹാവ് എ പ്ലാൻ. ഓക്കെ ആയിക്കോട്ടെ, നമുക്ക് പ്ലാൻ ഇല്ലെങ്കിൽ നമ്മളെ പ്ലാൻ ആർക്കും കണ്ടുപിടിക്കാൻ പറ്റത്തുള്ള അതേ ഉള്ളു. റെക്ലെസ് ആണ്, പിന്നെ കുറച്ച് ADHD ആണ് ആള്. പിന്നെ ഫ്രണ്ട്സ് ബ്ലൈൻഡ് റാങ്കിങ്. ഞാൻ ഒരു 5 ആനിമേ ഇതായിട്ട് റാൻഡം ആയിട്ട് പറയും. 1 to 5 നിങ്ങൾ റാങ്ക് ചെയ്യണം. അതെന്തോ ബ്ലൈൻഡ് റാങ്കിങ്? ബ്ലൈൻഡ് റാങ്ക് 5 1 to 5 ഞാൻ പറയുന്ന 5 ആനിമേ ഒരുമിച്ച് പറയൂല, ഞാൻ ഓരോന്നായിട്ടേ പറയൂ. എവിടെ പ്ലേസ് ചെയ്യുന്നുള്ളത് നിങ്ങളേതാണ്. ഓക്കെ, സെറ്റാണ്. സേനൻ എല്ലാം മിക്സ് വരും. അത് കുറച്ച് കടുപ്പമാണ്. ഷോണ മാത്രം പിടിക്കാം. ഓക്കെ, ഫസ്റ്റ് സ്റ്റാർട്ടിങ് നമുക്ക് ഡീമൺ സ്ലെയറിൽ നിന്ന് തുടങ്ങാം. ഡീമൺ സ്ലെയർ 1 to 5 ഡീമൺ സ്ലെയർ നിങ്ങൾ എവിടെ? നീ എന്ത് കാറ്റഗറി ഇടുന്നേ? അങ്ങനൊന്നും ഇല്ലേ? ഷോണൻ ചുമ്മാ ജസ്റ്റ് റാൻഡം റാൻഡം റാങ്ക് ഇൻഡിവിജ്വലി. ആ ഒരുമിച്ചല്ല, ഓരോരുത്തർ ഇതായിട്ട് പറഞ്ഞു. 4 ഡീമൺ സ്ലെയർ ഡീമൺ സ്ലെയർ 4 ഇട്ട്. ഓക്കെ, നെക്സ്റ്റ് നറൂട്ടോ. എവിടെ പ്ലേ? 3 2 അറ്റാക്ക് ഓൺ ടൈറ്റൻ 3 അറ്റാക്ക് ഓൺ ടൈറ്റൻ 2. ഓക്കെ, JJK 5
ഞാൻ പറഞ്ഞത് പോലുമില്ല. ഓക്കെ ഓക്കെ, അത് അതിനകത്തൊരു പ്രശ്നമുണ്ട്. മോശം കാരണം നമുക്ക് നിന്റെ നമ്പർ അറിഞ്ഞൂടാ, നീ എന്തൊക്കെയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് അറിഞ്ഞൂടാ. തല അടിച്ച് ഞാൻ പൊട്ടിക്കും. മണ്ണ് ഇപ്പോഴും ഓപ്പൺ ആണ്. അതാ ഞാൻ പറഞ്ഞ ബ്ലൈൻഡ് റാങ്കിങ്. അതാ ഞാൻ ഈ റാങ്ക് ചെയ്യും, എനിക്ക് അറിഞ്ഞൂടാ. ടോക്കിയോ റിവെഞ്ചേഴ്സ്. നിങ്ങളിൽ ഇല്ലല്ലോ, നീ 3 നേരത്തെ പറഞ്ഞില്ലേ? ഒന്നും പറഞ്ഞ അവിടെ വേറൊരു നമ്മൾ 2ഉം 3ഉം നമ്മൾ 2ഉം 3ഉം 4ഉം പറഞ്ഞു. ഈ പറയണ ഏത് നമുക്ക് കാറ്റഗറൈസ് ചെയ്യാന്നേ ഉള്ളൂ. 3-ല് 2 റാങ്ക് ചെയ്യാനല്ലേ. മണ്ണിപ്പോഴും കാര്യമാണ്. മണ്ണിപ്പോഴും കാലിയാണ്. അങ്ങനെ വെച്ചാൽ മണ്ണ് കാലിയായിട്ട് ഇരുന്നോട്ടെ, ഒരു കുഴപ്പമില്ല. അപ്പൊ ഞാൻ 4-ൽ വെക്കും. ഡീമൺ സ്ലെയറിന്റെ കൂടെ ടോക്കിയോ റിവെഞ്ചേഴ്സ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ റീപ്ലേസബിൾ ആണ്. അപ്പം ജെജെക്ക് ഡെഡ് ലാസ്റ്റ്. എവരിവൺ ഡെഡ് ലാസ്റ്റ്. 3 അല്ല 4 നിനക്ക് ഏതായിരുന്നു? ഞാൻ 4 എടുത്ത ഡീമൺ സ്ലെയർ. ഡീമൺ സ്ലെയറും ടോക്കിയോ റിവെഞ്ചേഴ്സ്. ടോക്കിയോ റിവെഞ്ചേഴ്സ്. ഡീമൺ സ്ലെയർ മാത്രം. 3 അറ്റാക്ക് ഓൺ ടൈറ്റൻ. നാരുട്ടോ. എനിക്ക് നെറോട്ടോ അല്ല, നല്ല 3 അറ്റാക്ക് ഓൺ അറ്റാക്ക് ഓൺ ടൈറ്റൻ. 3 അറ്റാക്ക് ഓൺ ടൈറ്റൻ. 2 നറൂട്ടോ. 2 അറ്റാക്ക് ഓൺ ടൈറ്റൻ. 1 ഇപ്പോഴും കാര്യമാണ്. 1-നുള്ള സംഭവം നീ തന്നിട്ടില്ല. മതി നിനക്ക് കൊള്ളത്തില്ല. നിന്നെ ഞാൻ ലാസ്റ്റ് സത്യം പറഞ്ഞ വൺ പീസ് ആണ് പറയാൻ വന്നത്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് മാത്രം മാറ്റിയേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ 1 പീസ് ആയനെ. 1 പീസ് ആയിരിക്കും ആയനെ. സോ 1 പീസ് ആണ് ബെസ്റ്റ്. നാരുട്ടോ അങ്ങനല്ല. നീ എത്ര കോൺട്രവേഴ്സി ഉണ്ടാക്കാൻ നോക്കി. അങ്ങനല്ല. നമ്മൾ വേണമെങ്കിൽ മറ്റേ 1-ൽ തന്നെ നറൂട്ടയും 1 പീസും കൊണ്ടിടും. ഇപ്പൊ വെച്ചില്ലല്ലോ. ഇപ്പൊ നറൂട്ടോ ആണല്ലോ സെക്കൻഡ്. അപ്പൊ 2ാമത്തെ കിടക്കും. 1 കാലി കിടക്കും. നമ്പർ 1 എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഇല്ല എന്നാണ് പറയുന്നത്. നമ്പർ 1 എന്നോട് എനിക്ക് താല്പര്യമില്ല. ഇല്ല, നമ്പർ 1 സ്റ്റിൽ റൂം ടു ഇംപ്രൂവ്. അതിപ്പോ എല്ലാ അനിമേക്കും ഞാൻ പറഞ്ഞത് നിയർ ടു പെർഫെക്ഷൻ. അത്രേ ഉള്ളൂ. അത് ഈ മുമ്പ് മറ്റേ ഏതോ ടീച്ചർ മറ്റേ ഇതിൽ എത്തുന്നുണ്ട്. മറ്റേ ഇഫ് യു ട്രൈ ടു അച്ചീവ് പെർഫെക്ഷൻ എന്തോ അച്ചീവ് എക്സലൻസാ അങ്ങനെ എന്തോ സംഭവം. കോട്ട മറന്നു, ഇല്ലായിരുന്നെ കൊള്ളായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാൻ. അപ്പം ലാസ്റ്റ് ക്വസ്റ്റ്യൻ ടു വൈൻഡ് അപ്പ് ദ ഹോൾ പ്രോസസ്. മോസ്റ്റ് ഫേമസ് ആനിമേ ലൈൻ. മോസ്റ്റ് ഫേമസ് എനിക്ക് തോന്നുന്നു. പക്ഷെ അതിന്റെ ആനിമയുടെ പേര് പലർക്കും അറിയത്തില്ല. ലെജൻഡ് ഓഫ് നോർത്ത് സ്റ്റാർ കേട്ടോ. നോർത്ത് സ്റ്റാർ വേറെ ഇല്ല. ആലോചിക്കിലേക്ക് ഇതല്ലാണ്ട് കാണാത്തൊരുത്തനും ഈ പറഞ്ഞ ഒമായവാമോ ഷിൻഡേറ് എന്നുള്ള സാധനം മറ്റേ ദത്തബയോ ആക്ച്വലി ഇല്ല നോൺ ആനിമേ ഫാൻസിന് അറിയത്തില്ല. ലൂഫിയുടെ അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. കുറച്ചും കൂടി ഫേമസ് ആയിരിക്കും. പക്ഷെ ഈ പറഞ്ഞ അതൊന്നും അറിയത്തില്ല. പറയായിരിക്കും. ബംഗായി ചിലപ്പോൾ കേട്ടിട്ടുണ്ടായിരിക്കും. ചാൻസ് കുറവാണ് എനിക്ക്. അല്ലേ ഇത് ലൂഫിയുടെ കാര്യം ഭയങ്കര കുറവാണ്. അപ്പം ഷിൻഡേറു അതായിരിക്കും. മോശം തരും. അതാണ് പിന്നെ ഒനീച്ചയും ഒരു ഫേമസ് ആനിമേ ലൈൻ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാം. അതാ ലൈഫ് ടൈം സെറ്റിൽമെന്റില് യാമത്തെ കുജസായി അതിന് വെല്ലുന്ന ഒരു ലൈക് മോസ്റ്റ് ഫേമസ് ആനിമേ ലൈൻ ഉണ്ടെങ്കിൽ ലൈഫ് ടൈം സെറ്റിൽമെന്റ്. ഓക്കെ, സോ അപ്പൊ എനിക്ക് തോന്നുന്നു വൈൻഡ് അപ്പ്. So basic drill, like, share, subscribe, let your friends know. കോഡ് എന്താ? യാമത്തെ കുജസായി ആയാലും തന്നെ. പക്ഷെ കുറച്ച് കൂടി പോയല്ല. കൂടുന്നതല്ലേ നല്ലത്. യാമത്തെ കുജസായി എന്ന് കമന്റ് ചെയ്യാം കണ്ടു കഴിഞ്ഞാൽ വലിയ ഉപകാരം. കുജസായി എന്ന് പറഞ്ഞ് ഞങ്ങളുടെ ഇത്രയും വലിയ ചളി കേട്ട് നിങ്ങൾ കഷ്ടപ്പെട്ട് കൂടെ ഉണ്ടായിരുന്നുവെങ്കിൽ അത് തെളിയിക്കാനുള്ള അവസരമാണിത്. എസ്പെഷ്യലി സ്വാലിയുടെ ചളി. ഞങ്ങളെ കളി പറഞ്ഞത് ഞങ്ങൾക്ക് തോന്നിയില്ല കേട്ടോ. കാലിയാണ്, അവനാണ് കളി പറഞ്ഞിട്ടാവുന്ന. എനിവേസ്, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. പിന്നെ ബെൽ ബട്ടണും കൂടെ നോട്ടിഫിക്കേഷൻ ഓപ്പൺ ചെയ്താൽ കുറെ പേർക്ക് കമന്റ് ഉണ്ടായിരുന്നു ലൈക്ക് ഞങ്ങളെ വീഡിയോ റിലീസ് ആവുന്ന അറിയുന്നില്ല. നോട്ടിഫിക്കേഷൻ പ്ലീസ് ടേൺ ഓൺ ദ നോട്ടിഫിക്കേഷൻ. നമ്മൾ കൺസിസ്റ്റൻസി ആയിട്ട് വീഡിയോ ഇനി മുതൽ ഇടുന്നതായിരിക്കും. എല്ലാ വെള്ളിയാഴ്ചയിലോട്ടും നമ്പർ വേണമെങ്കിൽ പറഞ്ഞാൽ മതി. വെള്ളിയാഴ്ച വൈകുന്നേരങ്ങളിൽ അതെ വെള്ളിയാഴ്ച വൈകുന്നേരങ്ങളിൽ നിങ്ങളുടെ
ഫ്രൈഡേ ഈവനിങ്സ് ഇൻസ്റ്റയില് ബ്ലൂ വാലന്റ് സന്തോഷപൂർണ്ണമാക്കാൻ സന്തോഷപൂർണ്ണം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര അലമ്പായി പോകും. എന്തായാലും വെള്ളിയാഴ്ച എന്തായാലും നമ്മളിനി വെള്ളിയാഴ്ച കൺസിസ്റ്റന്റ് ആയിട്ട് കണ്ടന്റ് പോസ്റ്റ് ചെയ്യുന്നതാണ്. ചക്ക കഴിക്കുന്നതാണ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അതൊക്കെ പറഞ്ഞു കഴിഞ്ഞ് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനാണെങ്കിൽ യു കൻ ടെക്സ്റ്റ് us, comment or DM us on Instagram. ഇൻസ്റ്റയില് ഫോളോ ചെയ്യണം. Follow നോട്ട് റിയലി മൈ ഡേ. Bye bye. ഓക്കെ സോ സൈനോറ. കഴിഞ്ഞ്